بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين رب أشغث أغبر مدفوع بالأبواب لو أقسم على الله لأبره صدق شفيعنا رسول الله صلى الله عليه وسلم يا خير من دفنت بالقاع يعظمه فطاب من طيبهن القاع واللكم نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സർവാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, കാരണവന്മാർ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനിനു ശേഷം നമ്മൾ സംഘടിപ്പിക്കുന്ന, ഈ പ്രദേശത്തുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന നല്ല ഒരു പരിപാടിയാണ് ബഹുവന്യരായ ഷെയ്ഖുന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ഉറൂസ് മുബാറക്. അതിനോടനുബന്ധിച്ച് എല്ലാ ഭാഗങ്ങളിലും നടത്തപ്പെടുന്നത് മതവിജ്ഞാന സദസ്സുകളാണ്. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാർ, അമ്പിയാക്കൾ
ഈ ഭൂമിയിൽ ജീവിച്ചത് പ്രധാനമായും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. അവരുടെ വാക്കും പ്രവൃത്തിയും നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം അള്ളാഹുവിന്റെ ദീനിനെ പുനരുജ്ജീവിപ്പിക്കുവാനും അതാത് സമയങ്ങളിൽ വേണ്ട പരിഷ്കരണങ്ങൾ നടത്തി ഉർവികരായ സാത്വികരായ മഹാരഥന്മാരുടെ വഴിയിൽ തന്നെ പരിശുദ്ധമായ ദീനനുസരിച്ച് നടക്കുന്ന ആളുകൾക്ക് വലിയ താങ്ങും തണലുമായിട്ട് അള്ളാഹുവിന്റെ ദീന് അവരുടെ ഹയാത്ത് കാലത്ത് സജീവമായതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരിയായി വഫാത്തിന് ശേഷവും അവരുടെ നാമധേയത്തിൽ തന്നെ സജീവമായി നടന്നുകൊണ്ടിരിക്കും. അവർ ഇവിടെ ജീവിച്ചതിനുള്ള വലിയ തെളിവാണ് അവരുടെ നാമധേയങ്ങളൊക്കെ. അവരുടെ പേരിൽ സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ മാത്രമല്ല, വ്യാപാര സ്ഥാപനങ്ങളും വ്യത്യസ്ത രൂപത്തിൽ ജീവിതോപാധികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളിലെല്ലാം സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ആ രണ്ടക്ഷരം സിഎം എന്ന് പറയുന്ന രണ്ടക്ഷരം വളരെ വലിയ പുണ്യത്തോടെ മഹത്വത്തോടുകൂടെ ആളുകൾ ചേർത്തിരിക്കും. തീരദേശ പ്രദേശങ്ങളിൽ പോയാൽ അവിടെയുള്ള തോണികൾക്കും വള്ളങ്ങൾക്കും ആ പേര് നൽകപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും. പല ഭാഗങ്ങളിലും പള്ളികൾക്ക് മഹാനവറുകളുടെ പേരിൽ നാമധേയത്തിലുള്ള പള്ളി, അത് വലിയൊരു ബഹുമാനമാണ്. അല്ലാഹു തആല അവരുടെ ഹയാത്തിന് നൽകിയ വലിയൊരു ബഹുമാനമാണ് ശേഷം ഈ കാണുന്നത്. ഉമറുൽ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഓഫാക്കിയാലും ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കത്തനെ കത്തിക്കോട്ടെ. പ്രാണി ഓഫാക്കിയാലും വരും, ഡ്രസ്സ് മാറ്റേണ്ടി വരും. സാറില്ല, അത് മഴ പെയ്തുകൊണ്ട് ഇരിക്കാൻ നല്ല സുഖമുണ്ടല്ലോ അല്ലേ? ആ, പ്രശ്നമൊന്നുമില്ല. പ്രാണികളും നമ്മൾ നേർച്ചയിൽ പങ്കെടുത്തോട്ടെ, ഒന്നല്ല കാര്യം തന്നെ. അപ്പൊ സഹോദരങ്ങളെ, അവരുടെ ആ പേരിനുള്ള ഒരു ബറക്കത്ത്, അവർ ജീവിച്ചതുകൊണ്ട് അവരുടെ നാടും പേരും അവരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ലോകത്ത് പ്രസിദ്ധി ആർജിക്കുകയാണ്. ആ ഒരു രണ്ടക്ഷരം, അതിന്റെ ഫുൾ ഫോം ഒന്നും എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല. പക്ഷേ അതിന്റെ ഫുൾ അറിയാത്തവർക്കും സിഎം എന്നറിയാം. എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾ എന്തിനാ അങ്ങനെ പേരിട്ടത്? അതൊരു ബർക്കത്തിന് വേണ്ടിയാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഖാദി മസ്ജിദ് ഉണ്ട്. ഇവിടെയല്ല, സൗദിയിൽ. ഇവിടുന്ന് ആൾക്കാരോടൊക്കെ പിരിവെടുത്ത് അവിടെ പോയി ഉണ്ടാക്കിയത്. അവിടെ ഒരു പള്ളി ആവശ്യമായ സ്ഥലത്ത് അങ്ങനെ ഒരു പള്ളി ഉണ്ടാക്കി. അന്ന് ബഹുമാനപ്പെട്ട മമ്പുറത്തുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുത്ബുസ്സമാൻ അവരോട് പലരും പറഞ്ഞു, പള്ളിക്ക് വേണ്ടി പിരിവൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ പള്ളിയൊന്നും കാണുന്നില്ല. സംശയിച്ച ആളുകളോടൊക്കെ ഹജ്ജിന് പോകാൻ വേണ്ടി പറഞ്ഞു. ഹജ്ജിന് പോയി പല ആളുകളും പല ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുമ്പോ ഒരു ഖാദി മസ്ജിദ് കാണുന്നുണ്ട്. അപ്പോഴാണ് അവരുടെ ആശങ്കയൊക്കെ മാറിയത്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നിർമ്മിച്ച ഒരു പള്ളിയാണ്. നമ്മൾ ഖൈബറിൽ പോയാൽ അവിടെ മസാജിദുസ് സബ്അ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ പേരിൽ പള്ളിയുണ്ട്. നമ്മളിവിടെ ജീവിച്ചതിന്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നാം ജീവിച്ചതിനുള്ള ഏറ്റവും വലിയ ഒരു തെളിവ് ദീന് നമ്മളെ കൊണ്ട് ഹയാത്താവുക എന്നതാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഉപ്പാപ്പമാര്, ഉമ്മാമ്മമാർ അവരെങ്ങനെ ദീനിനെ ഹയാത്താക്കി?
ദീനിന് വേണ്ടി അവർ വഖഫ് ചെയ്തു, അവരുടെ സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കഴിയുന്നത്. അങ്ങനെ അവരുടെ പലരുടെയും പേരിൽ സ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകൾ, അതുപോലെ തന്നെ ഭവനങ്ങൾ പലതും നിർമ്മിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ ദീൻ ഇന്നും ആ പഴമക്കാരുടെ പേരിൽ സജീവമായി കൊണ്ടിരിക്കും. ഞാൻ ആമുഖമായി ഒരു വിഷയം ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും തന്ന് ഔലിയാക്കളെയും മഹത്തുക്കളെയും ഒക്കെ മാതൃകയാക്കി തന്ന് നമ്മളെ ഇവിടെ നിലനിർത്തിയത് മുഖ്യമായും അള്ളാഹുവിന്റെ ദീൻ ഹയാത്താക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധമായ ദീൻ എങ്ങനെ ഹയാത്താക്കും? ഒരുപാട് മാർഗങ്ങൾ അതിനുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മാർഗമാണ് മദ്രസയും ദർസും പള്ളിയും സജീവമാക്കുക. ഒരിക്കലും നമ്മുടെ കുട്ടികളെ 12 ക്ലാസ് കഴിയുന്നതിനിടക്ക് മദ്രസയിൽ നിന്ന് പിൻവലിക്കരുത്. ഞാൻ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു, മദ്രസയിലെ 1 മണിക്കൂർ കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയും 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ 11ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ സ്കൂളിൽ ഫെയിലാവുകയില്ല. ആ ഒരു പഠനം കൊണ്ട് അവർക്ക് അല്ലാഹു തആല കൂടുതൽ മാർക്ക് നൽകുകയാണ് ചെയ്യുക. അങ്ങനെയാണ് അനുഭവങ്ങൾ പലതും. നമ്മുടെ ദർസിൽ കിതാബ് ഓതി പഠിക്കുന്ന, നേരത്തെ ഇവിടെ ഇസ്മായിൽ ഉസ്താദ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ചോദിച്ചാൽ അറിയാം, കിതാബ് ഓതി പഠിക്കുന്ന കുട്ടികൾക്ക് ദർസിൽ ഒന്നും ഓതാതെ ഭൗതികം മാത്രം പഠിക്കുന്ന കുട്ടികളെക്കാൾ മാർക്ക് കൂടുതൽ. എന്താ അതിന്റെ കാരണം? ഇവിടെ അവർ 4-5 കിതാബ് ഓതുന്നുണ്ട്, അതോടൊപ്പം ഭൗതിക വിഷയങ്ങൾ സമഗ്രമായി പഠിക്കുകയും ചെയ്യുന്നു. ഒന്നൊന്നിനെതിരല്ല, രണ്ടും ഇൽമാണ്, രണ്ടും ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ചിലർക്കൊരു പേടിയുണ്ടാകും. ഉസ്താദുമാര് വിളിച്ചു ചോദിക്കും, എന്താ കുട്ടി മദ്രസയിൽ വരാത്തത്? ഉസ്താദേ, ഒന്നുമല്ല, എന്റെ കുട്ടി 9ാം ക്ലാസ്സിലെത്തി, അതുകൊണ്ട്. എന്റെ കുട്ടി 10ാം ക്ലാസ്സിലെത്തി, അതുകൊണ്ട് 1 മണിക്കൂർ മദ്രസ ഇല്ലെങ്കിൽ കുട്ടി റാങ്ക് നേടുന്നു. അങ്ങനെ ഉണ്ടോ? അത് ഒരു അബദ്ധധാരണയാണ്. മദ്രസയിൽ പോയത് കൊണ്ട് മാർക്കൊന്നും കുറയൂല. സൗകര്യം അനുസരിച്ച് കുട്ടികൾക്ക് രാവിലെ വരാൻ സൗകര്യമില്ലേ, പിന്നെ വൈകുന്നേരം ആയിക്കോളും. നമ്മളത് നിർത്തരുത്. ദീനാണ് പഠിക്കുന്നത്. പ്രധാനമായും ഒരു കുട്ടി പഠിക്കേണ്ട ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട തലമായ വൈവാഹിക ജീവിതത്തിന്റെ വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി പറയുന്ന ക്ലാസ്സുകളാണ് 9, 10, 11, 12 ഒക്കെ. അപ്പൊ അതറിയാതിരുന്ന പിന്നെന്ത് ജീവിത? ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് ഒരു നിലക്കും വിവാഹത്തിന് ശേഷം കുടുങ്ങാൻ പാടില്ല. ഒരു കുടുക്കി കെട്ടിയ ഒരു ഭർത്താവിനെ കിട്ടിയെങ്കിൽ അയാളിൽ നിന്ന് മോചനം നേടാൻ മാർഗങ്ങളില്ലേ? ഉണ്ട്. അതിന് ഖുൽ എന്ന മാർഗമുണ്ട്. ഉസ്താദ് എപ്പത് വിശദീകരിച്ചേരി ഇല്ല, അത് പഠിക്കണം എന്നായിരുന്നു. ഖുൽ, ഫസ്ഖ്, അതൊക്കെ നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ പഠിക്കണം. എത്ര ഖിദ്മത്തുകൾ എടുക്കാനുണ്ട് ഭാര്യക്ക് ഭർത്താവിന്, ഭർത്താവിന് ഭാര്യയോട്. സന്താന ശിക്ഷണത്തിൽ എന്തെല്ലാം പാലിക്കേണ്ടതുണ്ട്. ഞാനൊരു പിതാവായി മാറുമ്പോൾ എനിക്കുള്ള ബാധ്യതയും, വല്യുപ്പയായി മാറുമ്പോൾ എനിക്കുള്ള ബാധ്യതയും, അയൽക്കാരനായി മാറുമ്പോഴുള്ള ബാധ്യതയും വ്യത്യസ്തമാണ്. അത് പഠിക്കണം, നന്നായി പഠിക്കണം. അതിന് ആ ഇൽമു സ്വീകരിക്കുന്നതിന് ആ തലങ്ങളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യരുത്. അള്ളാഹുവിന്റെ ദീൻ ഹയാത്താക്കാൻ എല്ലാ ഉപ്പമാരും ഉമ്മമാരും സഹകരിക്കണം. ഒരു വിഷയത്തിലും നമ്മൾ അതിന് വിസമ്മതം ഉണ്ടാക്കരുത്. ആ രൂപത്തിൽ ഒരു കടന്ന ഭൗതികതയുടെ സുഖാനുഭൂതി അനുഭവിക്കുന്ന ആളുകളായി, സുഖിയന്മാരായി നമ്മൾ മാറരുത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. 2 ഇൽമുമാണ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന, ഭൗതികമായ ജ്ഞാനം ഞങ്ങൾക്ക് വേണം, ഗുണം വേണം, നന്മ വേണം. വഫിൽ ആഖിറതി ഹസന, പാരത്രിക ലോകത്ത് സന്തോഷത്തോടെ കൺകുളിർക്കെ കാണാൻ പറ്റുന്ന നന്മകളും വേണം. നമ്മള് ഭൗതികന്മാര് മാത്രാണോ? അല്ല, മതവും ഭൗതികവും രണ്ടും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്നവരാണ്. അതുകൊണ്ടാണ് അങ്ങനെ ദ്വാർക്കുന്നത്. അതിന്റെ നേരെ മുകളിൽ ഒരു ദുആ പറഞ്ഞിട്ടുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ,
അത് മാത്രം ദ്വാരക്കുന്ന ആളുകളെ പറ്റി അള്ളാഹു പറഞ്ഞു വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവർക്ക് ആഖിറത്തിൽ കാര്യമായിട്ടൊരു വിഹിതവുമില്ല. കാരണം അവർ ദുന്യാവ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇതാരെ പറ്റിയാ പറഞ്ഞത്? ഹജ്ജിന് പോയി ദ്വാരക്കുന്ന ആൾക്കാരെ ദ്വാനെ പറ്റിയാ പറഞ്ഞത്. ഹജ്ജിന് പോയി ദ്വാരക്കുന്നവരെ കൂട്ടത്തിൽ വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ, ദുനിയാവിൽ നന്മ ചോദിക്കുന്നവർ അവരിലുണ്ട്. ദുനിയാവിൽ മാത്രം നന്മ ചോദിക്കുന്നവർ, ഇവിടെയുള്ള മുറാദുകളൊക്കെ ഹാസിലായി കിട്ടണം. മരിച്ചു കഴിഞ്ഞിട്ടും അതിന്റെ മരണത്തോടനുബന്ധിച്ചും ശേഷമുള്ളതൊന്നും ചോദ്യമല്ല, ഇവിടത്തെ ജീവിതം അങ്ങോട്ട് കെങ്കേമമായി കിട്ടണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തവർക്ക് യാതൊരു വിഹിതവും ഇല്ല. വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അവരുടെ കൂട്ടത്തിൽ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഹജ്ജിന് പോയിട്ട് ദ്വാരക്കാനുണ്ട്. ഹജ്ജിന് പോയ ആളുകൾ ഏറ്റവും അധികം ചെയ്യുന്ന അമല് പ്രാർത്ഥനയാണ്, ദുആയാണ്. എവിടെയെല്ലാം അവർ അരാപ്പാർക്കുന്നുണ്ടോ അവിടെയൊക്കെ പ്രാർത്ഥനയാണ്. ഏതെല്ലാം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നുണ്ടോ അവിടെയെല്ലാം പ്രാർത്ഥനകളാണ്. മത്താഫിലുടെ നീളം പ്രാർത്ഥനകളാണ്. പരിശുദ്ധമായ മക്കയിൽ തന്നെ 75-ലധികം സ്ഥലമുണ്ട് ദുആഇന് ഉത്തരം കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, തവാഫ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം കണ്ണും കൽബും അല്ലാഹുവിലേക്ക് തിരിച്ച് മറ്റു വിഷയങ്ങളിലേക്കൊന്നും ശ്രദ്ധ പോകാതെ ഭക്തിപൂർവം പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉള്ളിൽ ഒരുവനായി, ഒരു ആണായി, ഒരു പെണ്ണായി പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ഹാജിമാർ അവരേറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുനിയാവിലും ഞങ്ങൾക്ക് നീ പുരോഗതി തരണം, നന്മ തരണം, നേട്ടം തരണം, ക്ഷേമം തരണം, വിജ്ഞാനം തരണം. വഫിൽ ആഖിറതി ഹസനതൻ, പരലോകത്തെ സംബന്ധിച്ചുള്ള ബോധം വേണം. അവിടേക്ക് സൂക്ഷിക്കാൻ ഒരുപാട് സമ്പാദ്യങ്ങൾ തരണം. ഇവിടെ വെച്ച് പാരത്രിക ലോകത്തേക്കുള്ള സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് നീ തുണ തരണം. വഖിനാ അദാബന്നാർ. പരലോകത്തിന്റെ വിഷയം മൊത്തത്തിൽ ചോദിച്ചിട്ട് ഒന്നുകൂടി പ്രസ് ചെയ്ത് പറയുന്നു, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണം. അദാബന്നാർ, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒന്നാണ് നരകശിക്ഷ. സഹോദരങ്ങളെ, നരകത്തിന്റെ ചിത്രങ്ങൾ കഠിനമാണ്, കഠോരമാണ്. നരകത്തിന്റെ ചെറിയ ഒരു ചിത്രം പോലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല. ഒരു ചെറിയ ചൂട് പോലും താങ്ങാൻ കഴിയാത്ത ദുർബല ശരീരങ്ങളാണ് നമ്മൾ. ആ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനോട് മോചനം ചോദിക്കുന്ന, ദുന്യാവും ആഖിറവും ചോദിക്കുന്ന ആൾക്കാരെ പറ്റി അള്ളാഹു പറഞ്ഞത് ഉലൈക ലഹും നസീബും മിമ്മാ കസബൂ വല്ലാഹു സരീഉൽ ഹിസാബ്. രണ്ട് ലോകത്തും ക്ഷേമം ഐശ്വര്യം ചോദിക്കുന്നവര്, അവർക്ക് അല്ലാഹു തആല നൽകുന്നുണ്ട് നസീബുൻ, നല്ല ഒരു വിഹിതം നൽകുന്നുണ്ട്. മിമ്മാ കസബൂ, അവര് സമ്പാദിച്ചതിൽ നിന്ന് നല്ലൊരു വിഹിതം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടം കൊണ്ട് തീരൂല, പാരത്രിക ലോകത്തും ഉണ്ട്. നമ്മൾ കഷ്ടപ്പെടുന്നതിന് സന്തോഷം ഇവിടെയും അല്ലാഹു തരും. ഇവിടം കൊണ്ടത് തീരൂല, അവിടെയും ഉണ്ട്. രണ്ട് ലോകവും കിട്ടുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. അതിനാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ദീന് നമ്മളെ കൊണ്ട് ഹയാത്താകണം. ഉമ്മമാരെ, ഉപ്പമാരെ, ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി മക്കളെ വാർത്തെടുക്കണം, വളർത്തിയെടുക്കണം. ആ ഒരു ശിക്ഷണ രീതി കുട്ടിക്കാലം മുതൽ ആരംഭിക്കണം. അഥവാ കുട്ടിക്കാലത്ത് ഒരു കുട്ടി ഭക്ഷണം കഴിക്കുമ്പോഴും വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോഴും ആ കുട്ടി സ്വീകരിക്കുന്ന നിലപാടുകളിൽ, ശൈലികളിൽ പരിശുദ്ധമായ ദീനിന്റെ സൗന്ദര്യങ്ങൾ ആ കുട്ടിയിൽ സന്നിവേശിപ്പിച്ച് ആ കുട്ടിയെ തുടക്കം മുതൽ മുക്കല്ലഫാകുന്നതിന്റെ മുമ്പ് തന്നെ, പ്രായപൂർത്തിയെത്തുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ അദബുകൾ അവരുടെ സ്വഭാവങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ചലന നിശ്ചലനങ്ങളിൽ എല്ലാം നമ്മൾ അടയാളപ്പെടുത്തി വെക്കണം. പ്രായപൂർത്തിയാകുമ്പോഴാണ് സത്യത്തിൽ നന്മയും തിന്മയും എഴുതപ്പെടുന്നത് എങ്കിൽ
പ്രായപൂർത്തിക്കൊരു മുമ്പൊരു എഴുത്തുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, കുട്ടിക്കാലത്തുള്ള നന്മകളൊക്കെ എഴുതപ്പെടും, തിന്മകൾ എഴുതപ്പെടൂല. 4-ാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഉമ്മ ചൊല്ലിക്കൊടുത്തിട്ട് കുള്ളി ചൊല്ലുകയാണ്, ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. 2 വചനങ്ങൾ, അള്ളാഹുവിനുള്ള ശുക്ർ, അള്ളാഹുവിന്റെ മേൽവിലാസത്തിലുള്ള തുടക്കവും അള്ളാഹുവിനുള്ള ശുക്റും. കുട്ടി അങ്ങനെ തുടങ്ങുന്നു, ചൊല്ലുന്നു, പറയുന്നു. ആ കുട്ടിയോട് ഉമ്മ പറയുന്നു, മോനെ, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത്തെ കാല് മുന്തിച്ചു വെക്കണം, ചെരുപ്പ് ധരിക്കണം, ചെരുപ്പിടാതെ പോയി നീ മൂത്രമൊഴിക്കരുത്, വിസർജിക്കരുത്. ചെരുപ്പ് ധരിക്കൽ സുന്നത്തായി കൽപ്പിക്കപ്പെടുന്നൊരു പ്രായം എത്തിയിട്ടില്ല. അതിനൊരു പ്രായം, തക്ലീഫിന്റെ പ്രായം എത്താനുണ്ട്. അതിനു മുമ്പ് തന്നെ ആ കുട്ടിയോട് പറയുന്നു, നീ കുളിക്കാൻ കയറുകയാണോ, നല്ലോണം നല്ലൊരു മുണ്ടെടുത്ത് അതുകൊണ്ട് ഉപയോഗിച്ച് നഗ്നത മറച്ച് നീ കുളിക്കണം. അങ്ങനെ ഒരു സുന്നത്ത് കൽപ്പിക്കപ്പെടാൻ ആ കുട്ടിക്ക് പ്രായമെത്തിയിട്ടില്ല. പക്ഷേ മുമ്പേത് പരിശീലിപ്പിക്കുകയാണ്. എന്നാ സഹോദരങ്ങളെ, പ്രായപൂർത്തിയെത്തുന്ന തലങ്ങൾ തൊട്ട് അങ്ങോട്ട് ആ കുട്ടിയുടെ യൗവനത്തിലും ആ കുട്ടിയുടെ കൗമാരത്തിലും ആ കുട്ടിയുടെ ബാക്കിയുള്ള ജീവിതത്തിലും ചെറിയ ചെറിയ ഉണർത്തലുകൾ മാത്രം മതി. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. തീവ്രമായ ആജ്ഞകൾ വേണ്ട, ശകാരങ്ങൾ വേണ്ട, അടിക്കേണ്ടതില്ല, കണ്ണുരുട്ടേണ്ടതില്ല. ചെറിയ ചെറിയ ഉണർത്തലുകൾ മതി. അപ്പോഴേക്ക് സജീവമാകും, പ്രാവർത്തികമാകും, നന്നായി കൊണ്ടു നടക്കും. അങ്ങനെയാണ് ശീലം, ശീലിപ്പിക്കേണ്ടതും അങ്ങനെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരുന്ന അനുഭവം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് തങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഒരു മേശ, ഒരു സുപ്രയുടെ ചുറ്റും ഇരിക്കുമ്പോ ഞാൻ അങ്ങ് ഓടിച്ചെന്നു. കുട്ടികൾ അങ്ങനെ വരുമല്ലോ, കുട്ടികളെ തടയാൻ പാടില്ല, പോന്ന ആട്ടാൻ പാടില്ല. അവർ നല്ല താല്പര്യപൂർവ്വം വരികയാണ്, എനിക്ക് ഉസ്താദിന്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കണം എന്ന് പറയും. നീ അടുക്കളയിൽ പോയി. ആ കുട്ടി ഉസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ നോക്കും, ഉസ്താദ് എന്തൊക്കെ ചെയ്യുന്നു. ഉസ്താദ് ഭക്ഷണം കഴിക്കുന്ന ശൈലി കുട്ടി ഇങ്ങനെ നോക്കുകയാണ്. ഉസ്താദ് ആകട്ട് കുഴച്ച് മറിക്കൽ വളരെ വൃത്തിയിൽ. ഇപ്പൊ കുട്ടി കാണുന്നു 1-2 ചോറിന്റെ മണികൾ, അരി, ധാന്യങ്ങൾ പുറത്തേക്ക് ചാടിയപ്പോ അതെടുത്ത് പ്ലേറ്റിലിട്ടപ്പോ കുട്ടിയുടെ കയ്യിൽ നിന്നും വീണപ്പോ കുട്ടിയും അങ്ങനെ എടുത്ത് പ്ലേറ്റിലേക്ക് ഇട്ട്. അതെന്താ? അതാ ഉസ്താദ് അങ്ങനെ ചെയ്തു. അപ്പുറത്തിരിക്കുന്ന ഉപ്പയും അങ്ങനെ ചെയ്തു, ഉമ്മയും അങ്ങനെ ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ആ പ്ലേറ്റ് ഇങ്ങനെ വടിച്ച് ക്ലിയർ ആക്കി കൈ ഇങ്ങനെ നോക്കുമ്പോ ഒരൊറ്റ ധാന്യത്തിന്റെ ഒരു ചെറിയ തരി പോലും കയ്യിലിതാ, നല്ല ക്ലീനായ കൈ. വലത്തെ കൈ കൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നു, ചായ കുടിക്കുന്നു, വലത്തെ കൈ കൊണ്ട് തന്നെ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്നു. എല്ലാം അതങ്ങനെ കുട്ടിയും ശീലിക്കാം. അതിനാണ് അവരടുത്തിരുത്തുന്നത്. അപ്പൊ പിന്നെ പറയേണ്ടതില്ല, നോക്കിക്കണ്ട് അവരങ്ങ് പ്രാവർത്തികമാക്കും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, കുട്ടിക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോ ഞാനങ്ങ് കയറി ചെന്നു. കുട്ടികൾ ചിലപ്പോ 2 കൈ കൊണ്ട് എടുക്കും, കാരണം അവർക്ക് പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, അവരാരും തടയൂല്ലല്ലോ, കുട്ടികൾക്ക് ഫുൾ പാസ്സല്ലേ. അപ്പൊ ഞാൻ എന്റെ 2 കൈ കൊണ്ട് എടുക്കാൻ പോയപ്പോ എന്നെ അടുത്തേക്ക് ഇരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 നിർദ്ദേശങ്ങൾ നൽകി. എനിക്ക് പ്രായപൂർത്തിയൊക്കെ കഴിഞ്ഞ് കുറെ വയസ്സായിട്ട് മഹാനവറുകൾ പറയും, ഇപ്പോഴും ഞാനത് ഓർക്കുന്നുണ്ട്, കുട്ടിക്കാലത്ത് അന്ന് പഠിപ്പിച്ച 3 എണ്ണം. ഒന്ന് എന്നോട് പറഞ്ഞു, സമ്മില്ലാ, മോനെ ബിസ്മില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചൊല്ലി ബിസ്മില്ലാ. ആരോടാ ഈ ബിസ്മില്ലാ പറയുന്നത്? കുട്ടിയാ എന്നോട് കുട്ടിക്കാലത്താ പറയുന്നത്. എനിക്കന്ന് മുക്കല്ലഫിന്റെ ഒരു പ്രായപൂർത്തിയുടെ പരിധിയൊന്നും എത്തിയിട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയാണ്. പിന്നെ എന്നോട് 2ാമത് പറഞ്ഞു, കുൽ ബിയമീനിക്, വലത്തെ കൈ കൊണ്ടെടുത്ത് ഭക്ഷിക്കണം. 3ാമത് എന്നോട് പറഞ്ഞു, കുൽ മിമ്മാ യലീക്, അടുത്തുള്ളതിൽ നിന്നെടുത്ത് ഇങ്ങനെ ഭക്ഷിക്കണം. എല്ലാ ഭാഗത്തേക്കും കൈ നീട്ടണ്ട, നിന്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള നിങ്ങളുടെ അടുത്ത് ഭക്ഷിച്ചാൽ മതി. ആ 3 നിർദ്ദേശങ്ങൾ അന്ന് കുട്ടിക്കാലത്ത് എനിക്ക് പകർത്തി തന്നത് ഇന്നും ഞാൻ എന്റെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ്. അവിടെ ആ ശിക്ഷണത്തിന്റെ രീതി നമ്മൾ കൈവിട്ടു പോകാൻ പാടില്ല. നമ്മൾ അവരെ കൂടെ ഇരുത്തി ചെയ്തു കൊടുത്താൽ നിർദ്ദേശങ്ങൾ കുറച്ചു. ഓരോരുത്തരും ഒറ്റക്കും തെറ്റക്കുമായി ഭക്ഷണം കഴിച്ചാൽ അത് പകർത്താൻ കഴിയൂല.
ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ അത് നല്ലോണം മനസ്സിൽ പതിയുന്ന ഒരു സമയമുണ്ട്. ആ സമയമാണ് സഹോദരങ്ങളെ 10 വയസ്സിന് മുമ്പുള്ള സമയം. 6 മുതൽ 10 വരെയുള്ള സമയം. എന്ത് നന്മകളും കുട്ടിയുടെ മനസ്സിൽ ഇടം പിടിക്കും. അത് പകർത്താൻ കുട്ടി നല്ല സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും. പറഞ്ഞു കൊടുത്താൽ മതി, നിർദ്ദേശിച്ചു കൊടുത്താൽ മതി, അതുപോലെ ചെയ്യും. അങ്ങനെ അങ്ങോട്ട് പകർത്തി വരുന്ന കുട്ടി 15 വയസ്സായിട്ടും 20 വയസ്സായിട്ടും ഒക്കെ നമുക്ക് ആ കുട്ടികളിൽ നന്മകൾ കാണാം. സഹോദരങ്ങളെ, ആ രൂപത്തിൽ തന്നെ നാം അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ദീനിയായ നിലക്ക് ജീവിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു വളർത്തിത്തരുമാറാകട്ടെ. മാതാപിതാക്കൾ, ഉപ്പാപ്പമാർ നമുക്ക് കാണിച്ചു തന്ന മാർഗങ്ങളിൽ വഴി നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാന്മാരായ ആളുകൾ ഉണർത്തിയ ചില വസിയ്യത്തുകളെ സംബന്ധിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ മഹാന്മാരുടെ നിർദ്ദേശങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്, വലിയ നിലയും വിലയും ഉണ്ട്. വസിയ്യത്തുകൾ അതങ്ങനെ തന്നെ പാലിച്ചാൽ ജീവിതം നന്നാകും. മഹാന്മാരായ സ്വഹാബത്ത് അവരാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കൾ. അവരെ പോലെ ഔലിയാക്കൾ ലോകത്ത് വേറെയില്ല. അവരെ പോലെ ഈമാനിലും അമലിലും തികഞ്ഞ മികവാർന്ന ആളുകൾ ലോകത്ത് വേറെയില്ല. അവരുടെ ഈമാനിനെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവർ തികഞ്ഞ വിശ്വാസികളാണ്, കറകളഞ്ഞ മുഅ്മിനീങ്ങളാണ്, ഈമാനിൽ ഏറ്റവും അത്യുന്നതിയിലുള്ള ആളുകളാണ് അൻസ്വാറുകളും മുഹാജിറുകളും. അവരെ ഈമാനെ മറികടക്കാൻ പിൽക്കാലത്ത് ആരും ഇല്ല, ഇനി ആരും വരാനും ഇല്ല. ഏറ്റവും വലിയ ഈമാനുള്ള ആളുകളാണ് ഈ സമൂഹത്തിലെ ആദ്യകാലത്ത് ജീവിച്ച മഹാന്മാരായ ഔലിയാക്കൾ. ആ ഔലിയാക്കൾ അവരുടെ അമലും അല്ലാഹു തആല എണ്ണി പറഞ്ഞിട്ടുണ്ട്. അവർ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തുകളാണ്, നിർദ്ദേശങ്ങളാണ്. ആ വസിയ്യത്തുകൾ ജീവിതത്തിന്റെ അവസാനം വരെ കാത്തു സൂക്ഷിച്ചു. അതിലൊന്നും മുടങ്ങാതെ കൊണ്ട് നടന്നതുകൊണ്ട് അല്ലാഹു അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി അടുത്ത തലമുറയിലേക്ക്, തൊട്ടടുത്ത തലമുറയിലേക്ക്, തൊട്ടടുത്ത തലമുറയിലേക്ക് ഇന്നേ വരെ അതങ്ങനെ പകർത്തി പകർത്തി തന്നു. എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയ്യത്തുകളാണ്, ഞാനത് പാലിച്ചു പോന്നിട്ടുണ്ട്. അങ്ങനെ എത്രയോ മഹാന്മാരായ സ്വഹാബിമാര് നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കണ്ടും കേട്ടും അനുഭവിച്ചും പഠിക്കുന്ന ഔലിയാക്കളായ സ്വഹാബത്ത് അവരെ വിളിച്ച് പ്രത്യേകം നിർദ്ദേശിക്കുന്ന വസിയ്യത്തുകൾ അത് ഓരോ ദിവസവും പതിവാക്കി. ഒരു ദിവസവും അതിന് എതിര് ചെയ്തിട്ടില്ല. ദുർബല ശരീരത്തിന്റെ ഉടമയാണ് സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ശരീരം വളരെ ശുഷ്കിച്ച ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് 3 വസിയ്യത്തുകളാണ് നൽകിയത്. ഒന്ന്, അബൂ ഹുറൈറ എല്ലാ ദിവസവും 2 റക്അത്ത് ളുഹാ നിസ്കരിക്കണേ. നിസ്കാരങ്ങളിൽ വലിയ സന്തോഷം നൽകുന്ന നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ളുഹാ നിസ്കാരത്തിന് വലിയ മഹത്വം ഉണ്ട്. ഒരുപാട് മഹാന്മാരായ ആളുകൾ മറ്റുള്ള ശിഷ്യന്മാർക്ക് നൽകിയ വസിയ്യത്തുകളിൽ ളുഹാ നിസ്കാരം സ്ഥാനം പിടിച്ചിട്ടുണ്ട് എന്നത് അതിന്റെ ഏറ്റവും വലിയ മഹത്വമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ തങ്ങളോട് പറയുന്നു 2 റക്അത്ത് ളുഹാ നിസ്കരിക്കണം. രണ്ടാമത്തെ വസിയ്യത്ത്, ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിക്കണം. ഉറങ്ങിയിട്ട് ചിലപ്പോൾ എഴുന്നേൽക്കാൻ സുബഹി ആയാൽ വിത്ർ പോയി പോകണ്ട. വിത്ർ നേരത്തെ നിസ്കരിച്ചു, പിന്നെ എണീറ്റാ പിന്നെയും തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദിന് കുഴപ്പമൊന്നുമില്ല. എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയ്യത്ത് അങ്ങനെ, ഞാൻ അങ്ങനെയാണ് പാലിച്ചു പോകുന്നത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും. മൂന്നാമതായൊരു വസിയ്യത്ത്, എല്ലാ മാസവും ഒരു 3 സുന്നത്ത് നോമ്പ് നോൽക്കാനും എന്നോട് കൽപ്പിച്ചു. മറ്റുള്ള കാര്യങ്ങളൊക്കെ പതിവാക്കി പോരുമ്പോ ഇത് വളരെയധികം ശ്രദ്ധയോടെ ഒരു ദിവസം പോലും തെറ്റിക്കാതെ മുന്നോട്ട് കൊണ്ട് നടക്കും. ആ വസിയ്യത്തുകളിലാണ് സത്യത്തിൽ അവരുടെ ജീവിതത്തിന്റെ വെളിച്ചവും അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും പരിശുദ്ധിയും ഒക്കെ കാണുന്നത്. ഔലിയാക്കൾ നൽകുന്ന വസിയ്യത്തുകൾ നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ ഏറ്റവും വലുത് അതാണ്. അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക.
ദുനിയാവിലുള്ള മൊത്തം ആളുകളോട് വസിയത്ത് ചെയ്തു ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. വളരെ വലിയ മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. വളരെ നേരത്ത് രണ്ടാം നൂറ്റാണ്ടിൽ വഫാത്തായി പോയ മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലുള്ള ആളുകളെയും 2-ാം നൂറ്റാണ്ടിലുള്ള മഹാന്മാരെയും കണ്ട് ജീവിക്കാൻ വലിയ ഭാഗ്യം കിട്ടിയ മഹാൻ. ആ മഹാനുഭാവൻ പറയുന്നു, ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ വലിയ മഹാനാണ്. സഹോദരങ്ങളെ, അവർക്ക് യാതൊരു പേടിയുമില്ല. ജീവിതം വളരെ കൃത്യനിഷ്ഠയോടെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നാക്കിനും വാക്കിനും അവരുടെ ഇശാറത്തിനും വലിയ നിലയും വിലയും നൽകി. എന്തെങ്കിലും പേടിപ്പെടുത്തുന്ന സംഗതികളുണ്ടായാൽ അവരുടെ ഒരു വാക്ക് മതി, അവരുടെ ഒരു നിർദ്ദേശം മതി. ആ നിർദ്ദേശം അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു എല്ലാവരും. ജനങ്ങൾ പേടിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിലും വലിയ കരുത്ത് നൽകി അവരുടെ പേടി മാറ്റിക്കൊടുത്തു മഹാന്മാർ. എന്തേ കാരണം? അവരുടെ മുൻഗാമികൾ അവർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അപ്പടി പാലിച്ചതുകൊണ്ട് അവരുടെ വാക്കുകൾക്ക്, പ്രാർത്ഥനകൾക്ക് അല്ലാഹു വലിയ ഫലം നൽകി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇബ്രാഹിമുൽ യമാനി എന്ന മഹാൻ പറയുന്നു, ഒരുപാട് ആളുകൾ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. ജനങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ആളുകൾ പറഞ്ഞു, ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഇതാ സിംഹം വന്ന് നിൽക്കുന്നു. ആ സിംഹം വന്ന് നടുവിൽ നിന്ന് ജനങ്ങളുടെ വഴിതടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. ആളുകൾക്ക് ഒറ്റക്ക് നടന്നു പോകാനും വാഹനം ഓടിച്ചു പോകാനും പേടിയാണ്. ഇന്നൽ അസദ ഖദ് വഖഫ അലാ ത്വരീഖിനാ, സിംഹം വന്ന് നിന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ പുലി ഇറങ്ങിയാൽ നമ്മൾ വേഗം ഫോറസ്റ്റുകാരെ വിളിക്കും, ഫോട്ടോ അയച്ചു കൊടുക്കും, എല്ലാ ഭാഗത്തും ക്യാമറ വെക്കും, നിരീക്ഷണത്തിന് ആളുകളെ വിടും. കിട്ടിയിട്ടില്ലെങ്കിൽ ജനങ്ങളിൽ ആശങ്ക കൂടും. ജുമഅക്ക് വരുന്ന ആളുകൾ മുന്നിലേക്കല്ല നോക്കുക, വലത്തോട്ടും ഇടത്തോട്ടും പുറകോട്ടൊക്കെ നോക്കും. പടച്ചോനെ, പുലി ഇറങ്ങി എന്നുള്ളത് സത്യമാണ്. കാരണം ആ നാട്ടിൽ കണ്ട ചിത്രം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. എവിടെങ്കിലൊക്കെ പതിയിരിക്കുന്നുണ്ടാകും. ചാടി ഒരു കടി കടിച്ചാ പോയി, കാര്യം പോയി. എന്തൊരു പേടി ഉണ്ടാകും. നമ്മളെ നാട്ടിൽ ഇറങ്ങി എന്നൊരു ചിത്രം കണ്ടാൽ തന്നെ മതി, നമ്മളതെല്ലാ ആളുകളിലേക്കും സഹായത്തിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ. മദ്രസയിലേക്ക് ആളുകളില്ല, സ്കൂളിലേക്ക് ആളുകളില്ല, ജമാഅത്തിന് ആളുകളില്ല, അങ്ങാടിയിലേക്ക് ആളുകളില്ല, തൊഴിലാളികളില്ല, ആകെ ബ്ലോക്കായില്ലേ. കൊറോണയുടെ ബ്ലോക്ക് പോലല്ല, അതിലും വലിയ ബ്ലോക്കായിരിക്കും. പേടിയല്ലേ സഹോദരങ്ങളെ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, അവിടെ ഒരു സിംഹം ഞങ്ങളെ വഴി തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്? മഹാനവറുകൾ വന്നു നോക്കുമ്പോ സിംഹം അങ്ങനെ നിൽക്കുന്നുണ്ട്. സിംഹത്തിനെ വിളിച്ചു, യാ അബൽ ഹാരിസ്. ഒരൊറ്റ വിളി. അവരെ വിളിയൊക്കെ നല്ല കുറിക്ക് കൊള്ളുന്ന വിളിയാണ്. ഇൻ കുന്ത ഉമിർത ഫീനാ ബിശൈഇൻ ഫഅംളി ലിമാ ഉമിർത ബിഹി. ഞങ്ങളിൽ വല്ല ഉത്തരവും നിന്നോടുണ്ടെങ്കിൽ നീ അത് നിർവഹിച്ചോ. ഞങ്ങൾ ആരെങ്കിലും പിടിക്കാനോ കടിക്കാനോ അല്ലെങ്കിൽ ആട്ടാനോ ചവിട്ടാനോ എന്തെങ്കിലും നിർദ്ദേശം നിനക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോ. ഇല്ലേ, അങ്ങനെ നിർദ്ദേശമൊന്നുമില്ല, എന്നാ പേടിപ്പിക്കാൻ ഇവിടെ നിൽക്കണ്ട, വേഗം പോണെന്ന് പറഞ്ഞു. നോക്ക് നിങ്ങൾ, നമ്മൾ സാധാരണ ആളുകളോട് കൽപ്പിക്കുന്ന ഒരു കൽപ്പന സിംഹത്തിനോടാണ് ഈ പറയുന്നത്. സിംഹത്തെ പേടിക്കാത്തവരാരുണ്ടാകൂല. എത്ര ധൈര്യമുള്ള ആൾക്കും സിംഹത്തെ പേടിയാണ്. പക്ഷേ അള്ളാഹുവിനെ പേടിച്ച് മഹാന്മാരുടെ നിർദ്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പാലിച്ച് നല്ല ഭംഗിയോടെ അകവും പുറവും ശുദ്ധിയാക്കി നടക്കുന്ന മഹാന്മാർക്ക് അവർക്ക് ഭൗതിക ലോകത്ത് ഒന്നും പേടിക്കേണ്ടതില്ല. അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അപായപ്പെടുത്തുന്ന സംഗതികളൊക്കെ മാറി, വിഷമാവസ്ഥകളൊക്കെ മാറി. നമ്മൾ കാണാത്ത രൂപത്തിൽ തന്നെ, നേർക്കുനേരെ കാണുന്ന രൂപത്തിൽ തന്നെ അല്ലാഹു തആല മാറ്റിത്തരികയാണ്. രണ്ട് ഭാഗത്തും ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നു. അപ്പൊ സിംഹത്തോട് പറഞ്ഞു, വല്ല കൽപ്പനയും ഞങ്ങളിൽ നിനക്കുണ്ടെങ്കിൽ നീ ചെയ്യണം, ഇല്ലേ നീ തിരിച്ചു പോകണം. എന്തോ ഒരു ശബ്ദം മൂളിയിട്ട് അത് തിരിച്ചുപോയി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ,
നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? രാവിലെയും വൈകുന്നേരവും ഞാൻ ചൊല്ലുന്നൊരു ദിക്റുണ്ട്, ആ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലിയാ പോരെ? ഇബ്രാഹിം നബി റളിയല്ലാഹു ചോദിക്കാണ്, രാവിലെയും വൈകുന്നേരവും ഞാൻ ചൊല്ലുന്നൊരു ദിക്റുണ്ട്, ആ ദിക്ർ നിങ്ങൾക്ക് അങ്ങ് പറഞ്ഞു തരാം, അത് ചൊല്ലിയാ പോരെ? പിന്നെന്തിനാ പേടിക്കുന്നത്? അല്ലാഹുമ്മ ഹുർസ്നാ ബിഐനികല്ലതീ ലാ തനാം വഹ്ഫദ്നാ ബിറുക്നികല്ലദീ ലാ യുറാം വർഹംനാ ബിഖുദ്റതിക അലൈനാ വലാ നുഹ്ലകു അൻത റജാ. അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നൊരു ദിക്റാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ കാവൽ തരണം. ബിഐനികല്ലതീ ലാ തനാം, ഒരു ക്ഷീണവും ബാധിക്കാത്ത, ഒരു ഉറക്കവും വരാത്ത നിന്റെ ദൃഷ്ടിയുണ്ടല്ലോ, നിനക്ക് ഉറക്കമില്ല, ക്ഷീണമില്ല, ഒന്നുമില്ല. സദാസമയത്തും നിന്റെ ദർശനമുണ്ട്, നിന്റെ നോട്ടമുണ്ട്, നിന്റെ കാവലുണ്ട്. ആ കാവൽ കൊണ്ട് ഞങ്ങൾക്ക് നീ കാവൽ തരണം. വഹ്ഫദ്നാ ബിറുക്നികല്ലദീ ലാ യുറാം. അല്ലാഹുവേ, നിന്റെ അവലംബം വലിയ അവലംബമാണ്. നിന്റെ അവലംബം കൊണ്ട് ഞങ്ങൾക്ക് നീ കാവൽ തരണം. ആരും നിന്റെ അവലംബത്തെ തടഞ്ഞു നിർത്താനോ ഉന്നം വെക്കാനോ ആരും വരില്ല. വർഹംനാ ബിഖുദ്റതിക അലൈനാ, നീ ഞങ്ങൾക്ക്, നിനക്ക് എല്ലാ കഴിവും ഞങ്ങളെ മേലുണ്ട്, ആ കഴിവ് കൊണ്ട് ഞങ്ങൾക്ക് നീ കരുണ കാണിക്കണം. വലാ നുഹ്ലകു അൻത റജാ, ഞങ്ങളെ നീ നശിപ്പിക്കരുത്, നീയാണ് ഞങ്ങളെ പ്രതീക്ഷ. അല്ലാഹ്, സിംഹം പറഞ്ഞപ്പോഴേക്ക് മാറിക്കൊടുത്തു. ഈ ദിക്ർ അന്ന് ആളുകൾ പലരും ഈ ദിക്ർ കേട്ട് പഠിച്ചു. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർ നന്നായി അനുഭവിച്ചു. എല്ലാ ഘട്ടങ്ങളിലും അവർക്കൊരു പ്രശ്നമില്ല, ഒരു വിഷമവുമില്ല. അവരുദ്ദേശിക്കും പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ആ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറയുന്നു, ലബനാൻ, ഇന്ന് നമ്മൾ കേൾക്കുന്ന സ്ഥലമാണ് ലബനാൻ. ലബനാൻ പർവ്വത നിരകളിൽ ഒരുപാട് ഔലിയാക്കളോട് ഞാൻ സഹവസിച്ചു. പർവ്വതങ്ങളെ മുകളിൽ ഒരുപാട് ഔലിയാക്കൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പർവ്വതങ്ങളിലേക്ക് അവർ കയറുന്നത് ഏകാന്തവാസ ജീവിതത്തിന് വേണ്ടിയാണ്. താഴെ നിന്നാൽ അവരുടെ ജീവിതത്തിന്റെ ക്രമങ്ങളൊക്കെ തെറ്റിപ്പോകും, പലതിലേക്കും അവരെ തിരിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഇബാദത്തിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി, സ്വച്ഛന്തയ്ക്ക് വേണ്ടി അവർ മുകളിലേക്ക് കയറും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം താഴെ ഇറങ്ങി വരും. ആ ലബനാൻ പർവ്വത നിരകളിലുള്ള ഔലിയാക്കളോട് സഹവസിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ദുനിയാവിന്റെ ആളുകളിലേക്ക്, അഥവാ ഔലിയാക്കളിൽ നിന്ന് മാറി പൊതുജനങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോ 4 കാര്യങ്ങൾ നിങ്ങൾ അവർക്ക് എപ്പോഴും ഉപദേശിക്കണം. നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാൻ പറ്റിയ 4 കാര്യങ്ങളാണ്. ആ 4 കാര്യം മതിയോ ഉസ്താദേ? 4 കാര്യം തന്നെ മതി. 4 കാര്യം എപ്പോഴും ദുനിയാവിലെ ആളുകളോട് ഉപദേശിക്കണം. ദുനിയാവിന്റെ ആളുകൾ എന്നതുകൊണ്ട് അവരുദ്ദേശിച്ചത് ആഖിറത്തിലേക്ക് ജീവിതം ഒഴിഞ്ഞുവെക്കപ്പെട്ട ആളുകളല്ല. ആഖിറത്തിലേക്ക് മുഴുവനും ജീവിതം ഒഴിഞ്ഞുവെക്കപ്പെട്ടവരാണെങ്കിൽ പിന്നെ ഈ നിർദ്ദേശത്തിന്റെ ആവശ്യങ്ങളില്ല. ദുനിയാവിൽ കെട്ടിപ്പുണർന്ന് ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകളോട് 4 ഉപദേശങ്ങൾ കൊടുത്തു. 1, മയ്യക്സുറുൽ അക്ല ലാ യജിദുൽ ഇബാദത്തി ലദ്ദാ. അധികം ഭക്ഷണം കഴിക്കുന്നവൻ ആരാധനക്ക് സുഖം അനുഭവിക്കൂല. അധികം ഭക്ഷണം കഴിക്കുന്നവന് ആരാധനക്ക് സുഖം കിട്ടൂല. റമളാനു ഷരീഫിൽ നമുക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ടാകും അത്. റമളാനു ഷരീഫിലെ പ്രത്യേക നിസ്കാരമാണല്ലോ തറാവീഹ് നിസ്കാരം. ഇപ്പോഴും അങ്ങനെ തന്നെയാ സഹോദരങ്ങളെ. വൈകുന്നേരം നല്ലോണം ഭക്ഷണം കഴിച്ചു, പതിവിലപ്പുറം ഭക്ഷണം കഴിച്ചാൽ, ഒരു പതിവായ പാകത്തിന്റെ അപ്പുറം ഭക്ഷണം കഴിച്ച് ഖുർആൻ എടുത്ത് ഓതാനിരിക്കുന്ന ആള് 2-3 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ അയാള് നല്ല വിശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങുന്നുണ്ടാകും. അപ്പുറത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ, മദ്രസയിലെയും സ്കൂളിലെയും പുസ്തകം വായിക്കുന്ന മക്കള് പറയും, ആണ്ടിലെ ഭക്ഷണം കഴിച്ച് നല്ലവണ്ണം കിലോ തൂക്കുന്നുണ്ട്, അതാ 1 കിലോ 2 കിലോ 3 കിലോ. അങ്ങനെ ടേബിളിലേക്ക് തല അങ്ങോട്ട് മുട്ടിയ കുട്ടികൾ പറയും 10 കിലോനായി. മുന്നിൽ മുസാഫ് ഉണ്ട്,
നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു, ഇരിക്കുമ്പോഴേ കുറങ്ങി. നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമുണ്ട്, ദിക്റുകൾ. അത് ചൊല്ലാൻ ഒരു ഉണർവ് വേണ്ടേ? പക്ഷെ അപ്പോഴേക്ക് തൂങ്ങി. രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ സുബ്ഹി നിസ്കാരത്തിൽ ഉറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, രാത്രിയിലെ ഭക്ഷണവും പകലിലെ ഭക്ഷണവും രണ്ടും രണ്ട് അളവിലായിരിക്കും നമ്മൾ കഴിക്കുന്നത്. കാരണം പകല് നല്ല സജീവമാകുന്ന നേരമാണ്, ശരീരം ഒന്ന് ഇളകിയിട്ട് നല്ലോണം അധ്വാനിക്കുന്ന പണിയെടുക്കുന്ന നേരമാണ്. അതിനനുസരിച്ചൊരു ഭക്ഷണം കഴിക്കും. രാത്രി അങ്ങനെയല്ല, രാത്രി വിശ്രമത്തിന്റെ നേരമാണ്. അപ്പൊ രാത്രി ഖനവും കട്ടിയുമുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചാലോ അത് ദഹിച്ചു വരുന്ന നേരം സുബ്ഹിന്റെ വാങ്കൊടുക്കുന്ന നേരമാണ്. ആ ദഹനത്തിൽ നല്ല ശരീരമൊക്കെ ഉറക്കിലേക്കും ഒന്ന് വിശ്രമിക്കാനും വേണ്ടി നമ്മുടെ ശരീരം ആഗ്രഹിക്കുന്നു. ആ നേരത്താണ് 2 റക്അത്ത് നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരത്തിന് ആനന്ദം കിട്ടൂല. ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു വന്നാള് 4 റക്അത്ത് നിസ്കരിക്കുമ്പോഴേക്ക് ക്ഷീണം ബാധിച്ചിരിക്കുകയാണ്. പാകത്തിന് ഭക്ഷണം കഴിച്ചു വന്ന ആൾക്ക് 20 റക്അത്ത് തറാവീഹല്ല, അതിനുശേഷം ഒരു 11 റക്അത്ത് വിത്ർ നിസ്കരിച്ചാലും പരാതിയില്ല, പ്രശ്നമില്ല. വലിയൊരു ഉപദേശല്ലേ? എഴുതി വെച്ചാൽ എപ്പോഴും നല്ല ഗുണം കിട്ടുന്ന ഉപദേശമാണ്. അധികം ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് ആരാധനക്ക് ആനന്ദം ലഭിക്കൂല. നമ്മളൊക്കെ അതെന്ത് പറയാനാ? വലിയ വലിയ മഹാന്മാർ നോക്കി നിങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. നമ്മൾ സാധാരണക്കാരിൽ ഞാൻ എന്റെ കാര്യം പറഞ്ഞു, നിങ്ങളെ കാര്യമല്ല. സാധാരണക്കാരല്ലേ. ഹൈ പവർ മഹാന്മാരെ കാര്യം ആലോചിച്ചു. നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം വലിയ മഹാനാണ്. ഇബാദത്തിൽ മുഴുകിയിട്ട് വിവാഹം കഴിക്കാത്ത ഒരു പ്രവാചകനാണ് യഹ്യ നബി അലൈഹിസ്സലാം. വിവാഹം കഴിച്ചിട്ടില്ല. അല്ലാഹു മഹാനവർകളെ പറ്റി പറയുന്നത് വഹസൂറൻ എന്നാണ് ഖുർആനിൽ. വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ. ഹസൂർ എന്ന വാക്കിന്റെ അർത്ഥം ഹസൂർ, ആരാധനയിൽ സന്തോഷം കൂടിയിട്ട് അതിൽ മുഴുകിയിട്ട് വിവാഹത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. വിവാഹം പറ്റാത്തോണ്ടല്ല, ഇൽമിൽ അങ്ങോട്ട് ശുഗലായിട്ട് ഇൽമിൽ വ്യാപൃതനായിട്ട് വിവാഹം ചെയ്യാത്ത, കഴിക്കാൻ നേരം കാണാത്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. അത്ര വലിയ കറാമത്തുള്ള മഹാനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഓതാത്ത ഒരൊറ്റ ആലിമും അക്കാലത്തിന് ശേഷം വന്നിട്ടില്ല, ഇപ്പോഴുമില്ല. ലോകത്തിന്റെ, കേരളത്തിലല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന ഏത് ആലിമുണ്ടോ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് അവർ ഓതിയിട്ടുണ്ടാകും. ഏത് ആലിമും ഏത് മുതല്ലിമും ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ഓതാത്തവരില്ല. ആ മഹാനുഭാവൻ കിതാബ് എഴുതുന്നതിലും ഓതിക്കൊടുക്കുന്നതിലും മസ്അലകൾ വിശദീകരിക്കുന്നതിലും വ്യാപൃതനായിട്ട് അത്തരത്തിൽ ഒരു സംഗതിയിൽ നിന്ന് വിട്ടുപോയി, ശ്രദ്ധ മാറിപ്പോയി. സഹോദരന്മാരെ, യഹ്യ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നു ഒരു ദിവസം. എല്ലാ നബിമാരടുത്തും വന്നിട്ടുണ്ട് അവൻ. അവരെടങ്ങേറാക്കാൻ വന്നതല്ല കേട്ടോ, അവരൊന്ന് കാണാൻ ഇടങ്ങേറാക്കാൻ കഴിയൂല, പിടിച്ചിട്ട് ഇങ്ങോട്ട് കെട്ടാനൊന്നും കഴിയൂല. അമ്പിയാക്കൾ പിടിച്ചിട്ടാൻ കഴിയൂല അവർക്ക്. യഹ്യ നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് വന്നപ്പോ യഹ്യ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇബ്ലീസേ, നിന്റെ പക്കൽ മൊത്തത്തിൽ ആളുകൾ എത്ര രൂപത്തിലാന്ന് ചോദിച്ചു. ഈ ആളുകളെ ഇടങ്ങേറാക്കാൻ നടക്കാണല്ലോ, അതല്ലേ അവന്റെ പണി. മനുഷ്യന്മാരെ മൊത്തം ഫിത്നയാക്കലല്ലേ അവന്റെ പണി. ശപഥം ചെയ്ത് അവൻ പറഞ്ഞതല്ലേ. അപ്പോ ഇബ്ലീസ് പറഞ്ഞു, എന്റെ അടുക്കല് 3 വിഭാഗം ആളുകളാണ് മൊത്തം. ഒരു വിഭാഗം ആളുകൾ, അവരെ തീരെ എന്റെ പിടുത്തത്തിൽ കിട്ടൂല, നിങ്ങളെ പോലത്തെ നബിമാര്. അവരെ ഞാൻ എത്ര പിടിച്ചു വലിക്കാൻ നോക്കിയാൽ കിട്ടൂല. അത് ഇബ്ലീസ് തന്നെ പറഞ്ഞാണ് സത്യം ചെയ്യുന്ന സമയത്ത്, ലൗഗിയന്നഹും അജ്മഈൻ, മനുഷ്യ സന്തതികളെ എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ നിന്റെ അടിമകളെ അവരെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതിൽ ആണും പെണ്ണുണ്ട്. ഔലിയാക്കളെ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരുണ്ട്, മഹദിമാരുണ്ട്.
അവരിൽ കൂട്ടത്തിൽപ്പെട്ട മഹാന്മാരുണ്ട്, അവരൊന്നും കിട്ടൂല, എത്രയായാലും ശല്യം ചെയ്യാൻ കിട്ടൂല. യഹ്യാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അപ്പൊ ഒരു ചോദ്യം, ഞങ്ങളൊന്നും കിട്ടൂല എന്ന് പറഞ്ഞാലും നീ നോക്കുമോ കിട്ടോ ഇല്ലേന്ന്? അത് ഞാൻ നോക്കുന്നു. സഹോദരിമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്, കൂട്ടത്തിലൊരു കവറും തരുന്നുണ്ട്. നാളല്ലേ സമാപനം അല്ലേ? തങ്ങൾ ബാപ്പല്ലേ? ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ ഉപ്പാപ്പ വരുന്ന മജ്‌ലിസാണ്. ഉദ്ദേശങ്ങളൊക്കെ എഴുതി നല്ല സംഭാവനകൾ ആ കവറിൽ കൊടുത്തയക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഒരുപാട് ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന വലിയ സയ്യിദവറുകളാണ് അവർ നമ്മുടെ ഈ പ്രദേശത്ത് വരുന്നത് തന്നെ നമുക്ക് വലിയ അനുഗ്രഹമാണ്. അള്ളാഹു അവർക്കും നമ്മുടെ മുഴുവൻ സാദാത്തുക്കൾ ഉലമാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് കാലം ദീനിന്റെ ഖിദ്മത്തിലായി അവർക്കും നമുക്കൊക്കെ അള്ളാഹു തആല നല്ല ആഫിയത്ത് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, യഹ്യാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, കിട്ടൂലെങ്കിലും നോക്കും. അമ്പിയാക്കളെ പിന്നാലെ നടന്ന അവരെ കിട്ടൂലല്ലോ. അമ്പിയാക്കൾ നോക്ക് നിങ്ങൾ. ശൈഖ് ജീലാനി റളിയല്ലാഹുവിന്റെ അടുത്ത് ഇബ്ലീസ് വന്നിട്ട് 18 അടവും പറ്റിയില്ലേ? തോറ്റുപോയതാ. അവസാനത്തെ അടവ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ കറങ്ങി നടന്ന് നല്ല വിശപ്പുണ്ട്. വിശപ്പ് കൊണ്ട് നടക്കാൻ കഴിയാതെ ഒരു മരച്ചുവട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ക്ഷീണൊക്കെ മാറിയിട്ട് പതുക്കെ നടക്കാൻ കരുതിയിട്ട് പകൽ സമയത്ത് അങ്ങനെ ഇരുന്ന് ഒരു ഉറക്കം ഇങ്ങനെ ഉറങ്ങി. കാറ്റൊക്കെ വന്നപ്പോ ഇങ്ങനെ ചെറിയ ഉറക്കം ഇങ്ങനെ വന്നപ്പോ അപ്പൊ ഒരു വിളിയാളം, യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറേ എന്നൊരു വിളി. അപ്പൊ മഹാനവറുകൾ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോ എവിടുന്നപ്പോ വിളി? മേൽഭാഗത്തു നിന്ന് നല്ലൊരു പ്രകാശം ഇങ്ങനെ തായോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നു. അതിലൊരു സുപ്രയുണ്ട്. ആ സുപ്രയിൽ വെള്ളിപ്പാത്രങ്ങളും സ്വർണക്കോപ്പകളുമുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ വളരെ അധികം നിറക്കപ്പെട്ട പാത്രങ്ങളും കോപ്പകളും അന്നപാനീയങ്ങളൊക്കെ നിറക്കപ്പെട്ടിട്ടുണ്ട്. ആ സുപ്ര ഇങ്ങനെ തായോട്ട് ഇറങ്ങി വരാൻ. അപ്പൊ കൂട്ടത്തിൽ ഒരു വാക്കും കൂടി കേട്ടു, അഹലൽതുക മാ ഹറംതു അലൈക്, നിങ്ങൾക്ക് ഹറാമാക്കിയതൊക്കെ ഞാൻ ഹലാലാക്കി തന്നു. എന്താ കൽപ്പന! ഹറാമാക്കിയതൊക്കെ ഹലാലാക്കി തന്നു. ആ സുപ്ര ഇങ്ങനെ തായോട്ട് ഇങ്ങനെ വന്നപ്പോ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് കാല് പൊക്കിയിട്ട് ഒരു തട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇഖ്സ യാ ലഈൻ, ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാന്ന് പറഞ്ഞു. അതാണ് നമ്മൾ മാലയിൽ പാടാറുള്ളത്. ഇബിലീസാവരേച്ചാദിപ്പാനായി വന്നാരേ, ഇബിലീസേ ചാച്ചി കീടത്തി അയച്ചോവർ. ഒരൊറ്റ തട്ട് കൊടുത്തു. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, അതിനൊരു കഴിവ് വേണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഉസ്താദെ ഇബ്ലീസ് നമ്മളെത്തിക്ക് വന്നാലും നമ്മളങ്ങനെ തട്ടൂല നമ്മള്. കാരണം എന്താ അതിലുള്ള അറിയോ? സ്വർണത്തിന്റെ കോപ്പയാണ്. ഒരു കോപ്പ കിട്ടിയാൽ മതി ജീവിക്കാൻ. കാരണം ഇപ്പൊ സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്ന രൂപമല്ലേ, അതിപ്പോ മൈക്കിലൂടെ പറയാൻ പറ്റൂല. സ്വർണ്ണ ബിസ്ക്കറ്റൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്നൊരു സാഹസികത ആലോചിക്കുക നിങ്ങൾ. ആണും പെണ്ണും എങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. സാധാരണ വസ്ത്രം കഴിച്ചാൽ നോക്കാൻ പ്രയാസമുള്ള സ്ഥലങ്ങളിലൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് അതിന്റെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് അല്ലാ എത്രമാത്രം ഗൗരവത്തിലാണ്, എത്രമാത്രം ഒരു ഇടങ്ങേറായിട്ടൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്വർണ്ണക്കോപ്പ കണ്ടാൽ നമ്മൾ വിടോ? വെള്ളിപ്പാത്രം കണ്ടാൽ എത്ര വില ഉണ്ടാകും? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു വല്ലാത്ത വിശപ്പിലാണ്. ഒരു തട്ടങ്ങ് തട്ടിയിട്ട് ഓടാമിണ്ടാതെ ശപിക്കപ്പെട്ടവനെ എന്ന് പറഞ്ഞപ്പോ ആ പ്രകാശം മുഴുവനും ഒരു കറുത്ത പുകയായിട്ട് ഇങ്ങനെ ചുരുണ്ടിങ്ങനെ മേലോട്ട്. പിന്നെ അതിൽ നിന്നൊരു ശബ്ദം, വല്ലാത്ത ആളെന്നെ നിങ്ങളെപ്പോലത്തെ പർണശാലയിലിരിക്കുന്ന 69 ആൾക്കാരെ ഇതേ വിഷയം വെച്ച് പേപ്പിച്ചു വരികയാണ്. നിങ്ങളെപ്പോലെ പർണശാലയിൽ തപസ്സിരിക്കുന്ന, ആരാധനയിൽ കഴിയുന്ന, സദാസമയവും അള്ളാഹുവിനെ ഓർത്ത് ദിക്ർ ചൊല്ലുന്ന ഒരുപാട് ആളുകളെ ഇതേ അടവ് വെച്ച് പിഴപ്പിച്ചു വരികയാണ്. ഇനി നിങ്ങളെ ഉന്നം തെറ്റിക്കാൻ ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ മഹാനവറുകളുടെ ശിഷ്യന്മാർ ചോദിച്ചു, അല്ല ഉസ്താദേ, എങ്ങനെയാണത് ശൈത്താന്റെ ഭാഗത്തു നിന്നാണ് എന്ന് മനസ്സിലായത്? ഇപ്പത്തെ കാലത്തെ പിന്നെ
വ്യാജന്മാരൊക്കെ എന്താ പറയാന്ന് പറയാം, അത് അള്ളാഹു എനിക്ക് പ്രത്യേക ഹലാലാക്കിയതെന്നാ പറയാം. അങ്ങനെ പറയാം. ഏതൊരു പെണ്ണിന് കൈ കൊടുത്താലും പറയും അത് നിങ്ങളത് നോക്കണ്ട, ഞമ്മക്ക് വേറെയാണ്. എന്ത് വേറെ? അടിയിട്ടാത്തിന് കുറവാ. എന്ത് വേറെ? അവർക്കുണ്ടോ വേറെ? അന്യപുണ്യത്തുള്ള എല്ലാവർക്കും അറിയാമല്ലേ? അല്ല, ഓൽക്കാരും സ്പെഷ്യൽ ആയത്തിറങ്ങിയാണ് ഖുർആനൊക്കെ. അപ്പൊ ഈ ആ പറയുന്ന വ്യാജന്റെ കൂടെ നടക്കുന്ന ആൾക്കാർ പറയും അതങ്ങനെ, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആർക്കാ മനസ്സിലാക്കുക? അതാർക്കും മനസ്സിലാകൂല. എല്ലാവർക്കും അറിയാം ഇത് പച്ച ഹറാമാ. അതങ്ങനെ പറയാൻ പാടില്ല. അത് ഈ മാർഗത്തിൽ ഈ രൂപത്തിൽ ഇങ്ങോട്ട് കൂടിയാൽ അതിന് ത്വരീഖത്ത് എന്ന് പറഞ്ഞൂടാ. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ നല്ല മേഖല. ഈ മാർഗത്തിൽ ഇങ്ങോട്ട് കൂടിയാല് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂല, കുറച്ചുകൂടി കാലം കഴിയണം. ശരിയാണ്, ശൈത്താന്റെ വസ്വാസം നല്ലോണം പിടിപെട്ടാലേ മനസ്സിലാവുള്ളൂ, അല്ലേ മനസ്സിലാവില്ല. അതാണ് ഇതിന്റെ അർത്ഥം. അല്ലെങ്കിൽ മനസ്സിലാകൂല. ഇത് ഇപ്പത്തെ കാലത്തെ ഒരാളിലേക്കാണ് ഇങ്ങനെ ഒരു പാത്രമാക്കി കൊടുത്തെങ്കിൽ കറാമത്തായിട്ടായിരിക്കും ഇത്. നമ്മളെ ഔലിയൊക്കെ നമ്മളെ ഷെയ്ഖിനെ സ്വർണ്ണപാത്രത്തിൽ ഇങ്ങനെ വന്നു, വെള്ളിക്കോപ്പയിൽ ഇങ്ങനെ വന്നു. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ശിഷ്യന്മാര് ചെല്ല ഉസ്താദ്, ഇത് ഇബ്ലീസിന്റെ ഭാഗത്തു നിന്നാണ് എങ്ങനെ മനസ്സിലായി? കടുത്ത വിശപ്പിലാണ്. ഒരു ശവം കിട്ടിയാൽ തിന്നൽ ഹലാലാകുന്ന വിശപ്പ്. എത്രണ്ടാ വിശപ്പ്? ഒരു ശവം തിന്നൽ ഹലാലാകുന്ന ഒരു വിശപ്പില്ലേ സഹോദരന്മാരെ? ഭക്ഷിക്കാൻ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു ശവം തിന്നൽ ഹലാല ഇസ്ലാമില്. എന്തിന്? ജീവൻ കാക്കാനാണത്. അല്ല കാണുന്ന പെരിച്ചാനും മുഴുവനും ചത്തിനും മുഴുവനും അർത്ഥം തിന്നാന്നല്ല, ജീവൻ സൂക്ഷിക്കാൻ. ജീവനാണല്ലോ വലിയ വില, ജീവനല്ലേ. അപ്പൊ ജീവൻ കാക്കാൻ വേണ്ടി ഒന്നും കിട്ടുന്നില്ലെങ്കിലും നജസാണെങ്കിലും ശരി ഭക്ഷിക്കാം. ജീവൻ കാക്കാനാണ്, പാകത്തിന് നന്നായിട്ട് തിന്നാന്നല്ല. ഇനി നജസായ ഒരു വസ്തു, ഒരു നായനെങ്ങനെ കിട്ടി, ആ നായനെങ്ങനെ ഒരു ഭാഗത്ത് അറുത്ത് തിന്നാൻ നോക്കുമ്പോഴാണ് നിസ്കരിക്കാത്ത ഒരാൾ വരുന്നെങ്കിൽ നായനെ വിട്ടിട്ട് നിസ്കരിക്കാത്ത ആളാണ് പിടിച്ച് അയാളെ കാലുമെന്ന് ഒരു കുറച്ച് ഇറച്ചിന് മുറിച്ചെടുത്തിട്ട് അത് പൊരിച്ചണമെന്നാ. കാരണം ഈ നായന്റെ വില മറ്റേൾക്ക് ഇല്ലാന്ന. ആർക്ക്? നിസ്കരിക്കാത്ത ആൾക്ക്. നായനെ വിടണമെന്നാണ്. നായനെ വിട്ടിട്ട് ആ നിസ്കരിക്കാത്ത ആളെ രണ്ട് കൈയും രണ്ടാൾക്കാരെ പിടിച്ച് ഒരു ഭാഗത്തേക്ക് കെട്ടിയിട്ട് കാലുമെന്ന് നല്ലൊരു കഷ്ണം മുറിക്കുക. തൊടന്റെ ഭാഗത്ത് നിന്ന് വാക്കിലോടുത്താൻ പോലും കാണുമല്ലോ, തൊടന്റെ ഭാഗത്ത് നോക്കി മുറിച്ചോട്ട്, എന്നിട്ട് അതങ്ങോട്ട് വേവിച്ച് തിന്നാൻ പറ്റും. ഈ നായനെ വിടണമെന്നാണ് മസല. അപ്പൊ നോക്ക് നിങ്ങൾ, ആ നായക്ക് ചെറിയൊരു സ്ഥാനം കൊടുത്ത് നിസ്കരിക്കാത്ത ആൾക്ക് അത്രയും സ്ഥാനം കൊടുത്തില്ല. ശവം തിന്നൽ ഹലാലായ ഘട്ടത്തിലാണ് വെള്ളിപ്പാത്രത്തിലും സ്വർണ്ണക്കോപ്പയിലുമായിട്ട് അന്നപാനീയങ്ങൾ തായോട്ട് വന്നത്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു മക്കളോട്, ശിഷ്യന്മാരോട് പറഞ്ഞു, ശിഷ്യന്മാരെ, സ്വർണപാത്രവും വെള്ളിക്കോപ്പയിലൊക്കെ, സ്വർണ്ണക്കോപ്പയിലും വെള്ളിപ്പാത്രത്തിലൊക്കെ ഇങ്ങനെ അന്നപാനീയങ്ങൾ തായോട്ട് വരുമ്പോ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്കറിയോ? നിങ്ങൾക്ക് ഞാൻ ഹറാമാക്കിയത് ഹലാലാക്കി എന്നല്ലേ പറഞ്ഞത്? ഹലാലും ഹറാമും എനിക്കല്ല നിയമം വരേണ്ടത്, അതെന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് നിയമ ഭേദഗതി വരേണ്ടത്. തങ്ങൾ ഇവിടെ ദീന് പൂർത്തിയാക്കി തന്നു. ഇനി ഒരു പുതിയ ഹറാമും പുതിയ ഹലാലും വരാനുണ്ടോ? ഇല്ല. ഖിയാമത്ത് നാൾ വരെ വരുന്ന ഹറാമുകളൊക്കെ തങ്ങൾ പഠിപ്പിച്ചു തന്നു വിശദമായി. അത് സ്വഹാബത്ത് വിശദമാക്കി, താബിയുകൾ വിശദമാക്കിയ ഇമ്മത്തുൽ അർബഅ രേഖപ്പെടുത്തി ക്രോഡീകരിച്ച് നമ്മിലേക്ക് കൈമാറി തന്നു. ഇനി നിങ്ങൾ നോക്ക്, ഷെയ്ഖ് ജീലാനി തങ്ങൾ പറയുന്ന ഒരു പുതിയ ഹലാൽ എനിക്കെങ്ങനെ വരാനാണ്? എനിക്ക് ഹറാമാക്കിയത് ഹലാലാക്കി എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി നിയമത്തിന്റെ ഭേദഗതിയല്ലേ. ശൈത്താൻ എന്നെ പറ്റിക്കാനാ വന്നത്. കാരണം ഞാൻ സ്വീകരിക്കുന്ന ഹലാല്, ഞാൻ സ്വീകരിക്കുന്ന ഹറാമ് ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഹലാലാക്കിയോ എനിക്കത് ഹലാലാണ്, തങ്ങൾ എന്ത് ഹറാമാക്കിയോ എനിക്കത് ഹറാമാണ്. ലികുല്ലി വലിൻ ലഹു ഖദമുൻ വ ഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എന്റെ സീബാവ കാൽവാശി എന്നോവർ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർണ്ണപാത്രം തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ അതിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. വെള്ളിപ്പാത്രം തങ്ങളെ കാലത്തുണ്ട്, അതിൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. സ്വർണ്ണക്കോപ്പ അന്ന് തങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ ആളുകളുണ്ട്, തങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. പട്ടുവസ്ത്രം തങ്ങൾക്ക് ഹദിയയാക്കി കിട്ടിയതുപോലും ഒരു മിനിറ്റ് പോലും ധരിക്കാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് കൊടുത്തയച്ചിട്ട് അത് വിറ്റിട്ട് അതിന്റെ കാശ് വാങ്ങാനാ പറഞ്ഞത്. അത് നമുക്ക് ധരിക്കൽ ഹലാലല്ല.
സ്ത്രീകൾക്കത് ഹലാലാണ്, പുരുഷന്മാർക്കത് നിഷിദ്ധമാണ്. അപ്പൊ ആ വഴിയിലാണ് ഞാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തട്ടിപ്പറത്തിച്ചത്. വിശപ്പ് പിടിച്ചു നിൽക്കുന്ന നേരം നോക്കിയിട്ടാണ് ശൈത്താൻ വരിക. നല്ല ചെറുപ്പക്കാരൊക്കെ ശൈത്താൻ പറ്റിക്കലപ്പോഴാ നല്ല ദീനിന്റെ ഖിദ്മത്തെടുത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ നല്ല മട്ടത്തിലാക്കി ഇങ്ങനെ വളർന്നു വരുന്ന ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഒരു പ്രവർത്തകനാണ്. അനാവശ്യങ്ങളൊക്കെ അയാൾക്ക് വെറുപ്പാണ്. അങ്ങനെ വളർന്നു വരുമ്പോ നേതാവിനോട് ശൈത്താന്റെ നേതാവ് മക്കളൊക്കെ ഉണ്ട് കേട്ടോ. ശൈത്താൻ ആകെ ഒരാളൊന്നുമല്ല, കുറെ എണ്ണുണ്ട്. ക്യാപ്റ്റനോട് വന്നിട്ട് പറയും, ഇന്ന സ്ഥലത്ത് നാട്ടിൽ ഒരു ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരൻ നല്ല നിസ്കരിക്കുന്ന, ദീനീ ചിട്ടയിൽ നടക്കുന്ന, സുന്നത്തമായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ചെറുപ്പക്കാരൻ, ബാപ്പക്കും ഉമ്മക്കും ഖിദ്മത്ത് ചെയ്യുന്ന, നല്ലോണം പഠിക്കുന്ന, ആർക്കൊരു ഉപദ്രവം ചെയ്യാത്ത, തിന്മകളോട് മുഴുവനും രാജിയായി നിൽക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാന്ന് പറഞ്ഞാൽ ഇബ്ലീസ് പറയും, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടിന്നറിയാം? ഉൻളുറൂമിൻ ഐന മത്അമുഹു. ആ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാൻ എവിടുന്നാണ് ഭക്ഷണം ശേഖരിക്കുന്നത് നോക്കിയാൽ മതി. ആ ഒന്ന് മുന്നോട്ടിരുന്നോളി, മുന്നോട്ട് കസേര ഒന്ന് മുന്നോട്ടിച്ചിരുന്നോളി, കുഴപ്പമൊന്നുമില്ല. ബാക്കിലുള്ള കുറച്ച് മുന്നോട്ട്. ഇവിടെ സ്ഥലമുണ്ട്, ആ സ്ഥലമുണ്ട്. ആ ഇല്ല, വരുന്നോളി, ബേജാറാകാതിരുന്നോളി, കുഴപ്പമൊന്നുമില്ല. ഉൻളുറൂ മിൻ ഐന മത്അമുഹു. മക്കളെ ആ കസേര ഒന്നും ഇങ്ങോട്ട് മുന്നോട്ട്, ആ ക്യാമറ തെറ്റിക്കാതെ ഒന്ന് മുന്നോട്ട് വന്നാൽ മതി. അതാ ഇവിടെ ഒരു സോഫും കൂടി ഇരിക്കും. ഇങ്ങോട്ട് മോനെ, ഇങ്ങോട്ട്. ആ ഇപ്പൊ റെഡിയായി. സൗകര്യം ഇഷ്ടം പോലെ. ഉൻളുറൂ മിൻ ഐന മത്അമുഹു. എവിടുന്നാണ് ആ ചെറുപ്പക്കാരൻ ഭക്ഷണം കഴിക്കാൻ ഉള്ള സമ്പാദ്യം ഉണ്ടാക്കുന്നത് നോക്കിയാൽ മതി. ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന സമ്പാദ്യം മോശപ്പെട്ട വഴിക്കാണെങ്കിൽ പ്രശ്നമാക്കണ്ട, പെട്ടെന്ന് നമുക്ക് വലിച്ചാ കിട്ടും. നല്ലൊരു ചെറുപ്പക്കാരൻ വളർന്നു വരുമ്പോ നേതാവിനോട് വന്നിട്ട് പിശാചിന്റെ അനുയായികൾ മക്കൾ പറയാണ്, നല്ലൊരു ചെറുപ്പക്കാരുണ്ട് നാട്ടില്, നിസ്കാരമൊക്കെ കറക്റ്റാണ്, ബാപ്പക്കും ഉമ്മക്കൊക്കെ നല്ല ഖിദ്മത്ത് ചെയ്യും, ഹലാലായ ജോലി എടുക്കും, അയാളെ പെട്ടെന്ന് കിട്ടുമോ സംശയമാണ്. കിട്ടുവേ. എവിടുന്നാ ഭക്ഷണം നോക്കിയാൽ മതി. സമ്പാദ്യത്തിന് വല്ല കൃത്രിമം ഉണ്ടെങ്കിൽ വേഗം കിട്ടും. അല്ല, കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ഹലാലല്ലേ, എന്നാലും വേഗം കിട്ടും. ഉണ്ടാ അപ്പൊ ഭക്ഷണത്തിന് അവിടെയൊക്കെ വലിയൊരു ഒരു വകുപ്പുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ടതാണ്. കാരണം നമ്മളെ ശരീരത്തിന് നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പള്ള എന്ന പാത്രമാണ്. ഇബാദത്തിന്റെ ലദ്ദത്തും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതും അവിടെ തന്നെയാണ്. അപ്പൊ യഹ്യാ നബി അലൈഹിസ്സലാമിനോട് ശൈത്താൻ പറഞ്ഞു, പിടുത്തം കിട്ടൂലെങ്കിലും ഞാനൊന്ന് നോക്കും. യഹ്യാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്നെ വല്ലപ്പോഴും നോക്കിയിട്ടുണ്ടോ? പിന്നെ അടുത്ത ചോദ്യം അതാണല്ലോ. ഒരിക്കൽ നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മളെ കഥ എന്താ? നമ്മളെവിടെങ്കിലും ഒന്ന് ഇരുന്നെടുത്താൽ മതി, മുപ്പര് ഒന്നും ഉണ്ടേക്കോളൂ. യഹ്യാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, ഒരിക്കൽ നിങ്ങളെ നോക്കിയിട്ടുണ്ട്. കിട്ടിയോന്ന് ചോദിച്ചു. ചെറിയ നിലക്ക് കിട്ടി, ഫുള്ളായിട്ട് കിട്ടിയില്ല. അതെപ്പോഴാ? കറക്റ്റ് ഡേറ്റ് പറഞ്ഞു കൊടുത്തു. നിങ്ങളെ കുടുംബക്കാരന്റെ വീട്ടിൽ നിങ്ങൾക്കൊരു സൽക്കാരമുണ്ടായത് ഓർമ്മണ്ടോ? രാത്രി ഉണ്ട്. നല്ല ഹലാലായ ഭക്ഷണമാണ് കിട്ടിയത്. ആ ഭക്ഷണങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോ നിങ്ങളെ മനസ്സിൽ തോന്നി നല്ല സ്വാദുണ്ട്, നല്ല രുചിയുണ്ട് എന്ന് തോന്നിയപ്പോ ഞാൻ കുറച്ചുകൂടി കഴിപ്പിച്ചു. അന്ന് പതിവിനേക്കാൾ കുറച്ചുകൂടി ഏറെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു. അന്നത്തെ രാത്രി നിസ്കാരം മുടങ്ങി. സുബ്ഹാന മൻ ജല്ല ജലാലുഹു. ഫർളൊന്നും മുടക്കിയിട്ടില്ല. നമ്മളെ ഫർള് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലേ? അതാണ്. എന്താണ് ഒന്നാമത്തെ ഉപദേശം? അധികം ഭക്ഷണം കഴിക്കുന്നവന് ഇബാദത്തിന്റെ സുഖം ലഭിക്കൂല. അധികം ഭക്ഷണം കഴിച്ചാൽ ആരാധനയുടെ ലദ്ദത്ത് ലഭിക്കൂല. അത് പ്രായം കൂടിയാലും കുറഞ്ഞാലൊക്കെ അങ്ങനെ തന്നെ. കുട്ടികൾക്കൊക്കെ പാകത്തിന് ഭക്ഷണം കൊടുക്കണം. നാളെ ഒരു സ്ഥലത്ത് പരിപാടിക്കൊക്കെ ഉസ്താദ് ഒന്ന് മന്ത്രിക്കണം, ഈ കുട്ടി നല്ലോണം മന്ത്രിക്കണം. എന്തിനു? ഭക്ഷണം നല്ലോണം കഴിക്കില്ല. ഞാൻ ചെറിയ കുട്ടിയാ, ഒരു 2ാം ക്ലാസ്സിലൊക്കെ. എത്ര കഴിക്കും? രാവിലെ ഒരു 4-5 രൂപ കഴിക്കും. പിന്നെ ഉച്ചക്കും കുറച്ച് ചോറൊക്കെ കഴിക്കും. രാത്രി അങ്ങനെ തന്നെ കുറച്ച്. ഞാൻ ചോദിച്ചു, പിന്നെ എത്ര കഴിക്കണ്ടേ?
അല്ല, ഈ കുട്ടി കഴിക്കേണ്ട മന്ത്രിക്കാൻ കൊണ്ടുവന്ന ഈ കുട്ടി എങ്ങനെ കഴിക്കേണ്ട എത്ര 25 25 കഴിച്ചാൽ അതിന്റെ പള്ള ഇങ്ങനെ പട്ടാളപ്പള്ളിന്റെ മിഹ്റാബ് പോലെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ നടക്കാനും കഴിയില്ല, ഇരിക്കാനും കഴിയില്ല. പാകത്തിനാണ് അവർ ഭക്ഷണം കഴിക്കേണ്ടത്. എന്തിന്? അവരെ ബുദ്ധി ഇങ്ങനെ വികസിച്ച് വരികയാണ്. അതുകൊണ്ട് പഠിക്കുന്നത് മറന്നു പോകാൻ പാടില്ല, പഠിക്കുമ്പോ ക്ഷീണം വരാൻ പാടില്ല. മഗ്‌രിബിന് ശേഷം നല്ലോണം ഭക്ഷണം കഴിച്ച് എഴുതാനിരുന്ന എഴുത്ത് ശരിയാവൂല. വായിക്കാനിരുന്നാ കുറച്ച് കഴിഞ്ഞാ അമ്മേ എനിക്ക് ക്ഷീണം വരുന്നുണ്ട്, ഞാൻ ഒന്ന് കിടക്കട്ടെ, ഒന്നൊരു അരമണിക്കൂർ കിടന്നിട്ട് പിന്നെ വായിക്കാം. ആ അരമണിക്കൂർ കിടന്നാ പിന്നെ സുബഹിക്ക് എണീക്കുള്ളൂ. കഴിയൂല. കൃത്യമാർന്ന ഭക്ഷണമാണെങ്കിൽ ഒരു മുടക്കം ഉണ്ടാകൂല. അത് നല്ല തർത്തീബായിട്ട് കഴിച്ച് നല്ല കൃത്യമായിട്ട് ഇബാദത്തിന്റെ ലദ്ദത്ത് ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് ആ സുഖം തരട്ടെ. ഇബാദത്തിന്റെ ലദ്ദത്ത് എന്ന് പറഞ്ഞാൽ സുഖം, ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താ സഹോദരങ്ങളെ? എത്ര ക്ഷീണം വന്നാലും എത്ര സന്തോഷം വന്നാലും മുടങ്ങാത്ത രൂപത്തിൽ കൃത്യമായി ചെയ്യാനുള്ള ഒരു തൗഫീഖ്. എത്ര സുഖമുള്ള തണുപ്പ് വന്നാലും, എത്ര സുഖമുള്ള കുളിരുള്ള കാറ്റ് വന്നാലും, മഴ പെയ്താലും, എത്ര ചൂടുള്ള നേരാണെങ്കിലും, എത്ര ദുന്യാവിന്റെ സന്തോഷം കിട്ടുന്ന നേരാണെങ്കിലും ഇബാദത്ത് മാറ്റി നിർത്തിയിട്ട് ഒരു പരിപാടിയില്ല. ആ ഒരു സുഖം. പിന്നെ ആ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ, നോമ്പ് നോൽക്കുന്ന സമയത്തും ഖുർആൻ ഓതുന്ന സമയത്തും മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മീയമായ ഒരു മാനമുണ്ട്. അല്ലാഹ് ഇത് ചെയ്യുമ്പോ വല്ലാത്തൊരു സന്തോഷം, നിസ്കരിക്കുമ്പോ ഒരു വല്ലാത്ത റാഹത്ത്, ഖുർആൻ ഓതുമ്പോ വല്ലാത്തൊരു സന്തോഷം. ആ ഒരു സന്തോഷം ഏറി കിട്ടിയിട്ട് വലിയ ഒരു സന്തോഷം നമുക്ക് വീണ് കിട്ടുക വലിയൊരു തൗഫീഖാണ്. അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇബാദത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുടങ്ങിയാല് മഹാന്മാര് കുട്ടികൾ കരയും പോലെ കരയും. ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും സംഗതി കിട്ടാതിരുന്നാൽ അവർക്ക് ഒരു കരച്ചിലുണ്ട്. ആ കരച്ചിനെ നമുക്ക് കാണുന്നവർക്ക് സഹിക്കാൻ കഴിയില്ല. കുട്ടികളെ കരച്ചിൽ ഏത് കുട്ടിയാകട്ടെ, അവനാന്റെ കുട്ടിയാണെങ്കിലും ആരാന്റെ കുട്ടിയാണെങ്കിലും കരയുന്നത് സഹിക്കാൻ കഴിയില്ല. കാരണം കുട്ടികൾ കരയുമ്പോൾ ഒരു വിഷമാണ്. ചെറിയ കുട്ടികളാണെങ്കിലും കരയുമ്പോൾ ഒരു വിഷമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ കരച്ചിൽ, പേരക്കുട്ടികളെ കരച്ചിൽ കേട്ടാ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങും. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്താ കുട്ടികൾ കരയുന്നത്? കാരണം കുട്ടികളെ കരച്ചിൽ സഹിക്കാൻ കഴിയില്ല. അത് ചെറിയ ഒരു വാത്സല്യം ഖൽബിലുള്ള ഒരാൾക്കും കുട്ടികൾ കരയുന്നത് സഹിക്കാൻ കഴിയില്ല. അത് അവരോടുള്ള ഒരു പ്രത്യേക സ്നേഹമാണ്, അനുകമ്പയാണ്. തങ്ങൾ ആ കുട്ടികളെ പോയി 2 എണ്ണത്തിനെ എടുത്ത് മടിയിലിരുത്തും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവെ മടിയിരുത്തിയിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കും. അപ്പോൾ ചിലപ്പം കരയുന്നത് ഭക്ഷണം കിട്ടാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോ എന്തെങ്കിലും ഭക്ഷണത്തിന് നേരം പോകുന്നോണ്ടായിരിക്കും. എന്നാലും തങ്ങൾ അങ്ങനെ ആശ്വസിപ്പിച്ച് നല്ല സന്തോഷങ്ങൾ പറഞ്ഞ് മടിയിലേക്ക് മാറിലേക്ക് ഇങ്ങനെ ചാരിക്കടത്തി നല്ല സന്തോഷം കൊടുക്കും. ഇത് വല്ലാത്തൊരു സന്തോഷമാണ്. കുട്ടികൾ കരയുന്ന സഹിക്കൂല. നിങ്ങൾ നോക്ക്, അതേ രൂപത്തിൽ കരയും ഇബാദത്തിന്റെ എന്തെങ്കിലും ഒരു ഷർത്തോ ഒരു കാര്യമോ മറ്റോ മുടങ്ങിയാൽ. കാരണം അതിന്റെ ലദ്ദത്ത് കുറയുന്നത് കൊണ്ട് കരയാണ്, സുഖം കുറയുന്നതുകൊണ്ട് കരയാണ്, ബേജാറാണ് അവർ. നിസ്കാരക്കം മുടങ്ങി എന്ന് പറഞ്ഞാല് അവർക്ക് സഹിക്കാൻ കഴിയൂല. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ഖൈബർ യുദ്ധത്തിൽ മുറഹിബുമായി പോരാടി. മുറഹിബ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പേര് കേട്ട പോക്കിരിയ യഹൂദിയൻ, യൂദൻ. അന്ന് വരെ മുറഹിബിന്റെ മുന്നിൽ വന്ന ഒരു പടയാളിയും ജയിച്ചു പോയിട്ടില്ല. മുറഹിബും അലി റളിയല്ലാഹു അൻഹു നിന്നാലും മുറഹിബിന്റെ പകുതി അലി റളിയല്ലാഹു അൻഹു ഉള്ളൂ. അത്രയും ഉയരണ്ട് മുറഹിബ്. അലി റളിയല്ലാഹു അൻഹു കുറിയ ആളാ. പക്ഷെ ആ കുറിയ അലി റളിയല്ലാഹു അൻഹുവിന്റെ അഭ്യാസം വല്ലാത്ത അഭ്യാസമാണ്. മുറഹിബിനെ വെട്ടിവീഴ്ത്തി ഖൈബറിൽ ജൂതന്മാര് മുഴുവനും ഖൈബർ വിട്ട് ഓടിപ്പോയി, രക്ഷയില്ലാന്ന് കരുതിയിട്ട് ആ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ധീരോദാത്തമായ ഈ സേവനം ചെയ്തിട്ട് വിശ്രമിക്കാൻ വേണ്ടി മരച്ചുവട്ടിലിരിക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് മടിയിൽ തലവെച്ച് തങ്ങളൊന്നിങ്ങനെ കിടന്നു. കിടത്തത്തിൽ തങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോയി. അസുറിന്റെ ശേഷമാണ്. സാധാരണ അസുറിന്റെ ശേഷം ഉറങ്ങലില്ല, ഉറങ്ങാൻ പറ്റിയ നേരമല്ല, സാധാരണ ഉറങ്ങുന്ന നേരമല്ല. അന്നെന്താന്നറിയില്ല, തങ്ങളങ്ങ് ഉറങ്ങി. അലി റളിയല്ലാഹു അൻഹു ഇരുന്നിട്ട് നോക്കുന്നത് സൂര്യനിലേക്കാണ്. പടച്ചോനെ, അസുർ നിസ്കരിച്ചിട്ടില്ല, കുറഞ്ഞ സമയം കൂടി ബാക്കിയുണ്ട്. പക്ഷേ ഉറങ്ങുന്ന തങ്ങളെ എങ്ങനെ ഉണർത്താനാണ്? അതൊരു മര്യാദക്കേടല്ലേ, സൂഉല്ലദബല്ലേ എന്ന് കരുതിയിട്ട് തിരുമുഖത്തേക്ക് നോക്കുന്നു, അസ്തമാന ഗംഗയിലേക്ക് നോക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോ സൂര്യനങ്ങ് അസ്തമിച്ചു. സൂര്യനങ്ങ് അസ്തമിച്ചപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല.
മനസ്സ് വേദനിച്ചിട്ട് പൊട്ടുന്ന ആ വേദന കണ്ണീർ കണങ്ങളായി ഇങ്ങനെ തിരുമുഖത്തേക്ക് ഉറ്റി വീണു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, മാ യുബ്കീക യാ അലി, എന്തിനാ അലി ഇങ്ങനെ കരയുന്നത്? അലി റളിയല്ലാഹു അൻഹു ചൂണ്ടിയിട്ട് പറയുന്നു, നബിയേ, സൂര്യൻ അസ്തമിച്ചു, മാ സല്ലൈതുൽ അസ്ർ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല. ചെറിയ കുട്ടികൾ കരയും പോലെ തേങ്ങി തേങ്ങി അലി റളിയല്ലാഹു അൻഹു കരയുന്നു. ഈ കഴിഞ്ഞ സമര പോരാട്ടത്തിൽ വിജയിച്ച വിജയം തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ എത്രയോ വലിയ ലാഭം കിട്ടുന്ന വിജയമാണ്. ആഖിറത്തിൽ വലിയ പോരാട്ടത്തിന് പ്രതിഫലം കിട്ടുന്ന പോരാട്ടമാണ്. പക്ഷേ അള്ളാഹുമായുള്ള മുനാജാത്ത് മുടങ്ങുന്നത് ദുനിയാവ് മൊത്തം പോയാലും പ്രശ്നമില്ല, ഒരു മുനാജാത്തും ഒരു സംഭാഷണവും മുടങ്ങിക്കൂടാ. ആ കരച്ചിൽ ഇങ്ങനെ കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നഹു കാന ഫീ ത്വഅതിക വ ത്വഅതി റസൂലിക, അല്ലാഹുവേ, അലിയാർ നിന്റെ പൊരുത്തത്തിലായിരുന്നു, നിന്റെ റസൂലാകുന്ന എന്നെ അനുസരിച്ചിട്ടാണല്ലോ അലി റളിയല്ലാഹു അൻഹു ഇവിടെ ഇരുന്നത്. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ചുണർത്താതിരുന്നത്. ഫർദുദി ശംസാ, സൂര്യനെ മടക്കി കൊടുക്കുക അല്ലാഹ്. അസ്തമിച്ച സൂര്യൻ തിരിച്ചു വന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വല്ലാതെ സന്തോഷിച്ചു. സഹാബത്ത് പറയാണ്, ആ സൂര്യൻ തിരിച്ചു വന്ന നേരത്തെ അലി റളിയല്ലാഹു അൻഹുവിന്റെ മുഖം ഒന്ന് കാണേണ്ടിയിരുന്നു. ആ മുഖത്ത് കണ്ട ഒരു സന്തോഷം, അത് ഇബാദത്തിന്റെ ആ ഒരു സുഖം ശരിക്കും ആസ്വദിച്ചിട്ടാണ്. അത് മുടങ്ങാൻ സഹിക്കൂലവർക്ക്. അള്ളാഹു നമുക്ക് ഇബാദത്തിന്റെ സുഖം തരട്ടെ. ഓരോ ഇബാദത്തിലും അള്ളാഹു നമുക്ക് ആനന്ദമേറ്റി തരട്ടെ. ദിക്ർ ചൊല്ലിയിട്ട് ആനന്ദമുള്ള ആളുകൾ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയിട്ട് തറുവായാൽ പരിസരമൊക്കെ മറന്നുപോകും. അങ്ങനത്തെ ദാക്കിര്യങ്ങളുണ്ട്. ദിക്റിൽ അങ്ങോട്ട് മുഴുകിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും ഇരിക്കുന്ന ആളുകൾ അവരറിയൂല, ദിക്ർ ആസ്വദിച്ചു പോയി. അങ്ങനൊക്കെ ഉണ്ടാകുമെന്ന് ചോദിക്കും ചില ആൾക്കാരല്ലേ. ഭൗതിക രൂപത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഒരു കാമുകനും കാമുകയും ബീച്ചിൽ പോയിരുന്നു വർത്തമാനം പറയാൻ. രാവിലെ 7 മണിക്ക് വർത്താനം പറയാനിരുന്നു. 7 മണി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നാസ്ത ഉണ്ട്, നാസ്ത മറന്നുപോയി. ഉച്ചക്കുള്ള ഭക്ഷണം മറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോ സൂര്യൻ അസ്തമിക്കാറായ സമയത്ത് നമ്മൾ ഇപ്പോഴല്ലേ ഇരുന്നത്, ഇപ്പൊ തന്നെ 6 മണിയായല്ലോ. എപ്പോഴാ ഇരുന്നത് നോക്ക് നിങ്ങൾ. എപ്പോഴാ അവരിരുന്നത്? രാവിലെ 7 മണിക്ക്. പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ടില്ല. ഭക്ഷണമൊക്കെ മറന്നുപോയി. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൊറ പറഞ്ഞിരിക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇങ്ങനെ സുഖം ആസ്വദിക്കല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കിന്നാരത്തിന്റെ ഇടയിൽ ഇതൊക്കെ മറന്നുപോയി. ഈ ഒരു സംഭവം ഭൗതിക ലോകത്തുണ്ടെങ്കിൽ യജമാനനായ ഖാലിഖായ റബ്ബിലേക്ക് മനസ്സ് തിരിക്കുന്ന ഒരു മുഅ്മിൻ, അവന് ഇതിനേക്കാൾ വലിയ സുഖമാണ്, സൗന്ദര്യമാണ്. ആ അല്ലാഹുവിനോട് മുനാജാത്ത് കറക്റ്റായി ചെയ്യുന്ന ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുനാജാത്തിന് ഈ ഭൗതിക സുഖത്തേക്കാൾ വലിയ സുഖമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. അത് രൂപപ്പെട്ട് വരാനാണ് ഒന്നാമത്തെ വസിയ്യത്ത്. അധികം ഭക്ഷണം കഴിക്കുന്നവൻ ലാ യജിദു ലിൽ ഇബാദത്തി ലദ്ദാ, ആരാധനക്കവന് സുഖം എത്തിക്കൂല, ആനന്ദം കണ്ടെത്തിക്കൂല. പരിമിതമായ ഭക്ഷണം. നേരത്തെ പറഞ്ഞ യഹ്യാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞല്ലോ 3 വിഭാഗമുണ്ട്. അതിൽ ഒരു വിഭാഗത്തെ പറഞ്ഞു. രണ്ടാമത്തെ വിഭാഗം ആരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രണ്ടാമത്തെ വിഭാഗം നമ്മുടെ കുട്ടികളുടെ കയ്യിലുള്ള പന്ത് പോലെയാണ്. ആ വിഭാഗം പന്ത് എങ്ങോട്ട് ഉരുളല്ലോ, അതുപോലെ ഞാൻ എങ്ങോട്ട് വിളിച്ചാലും കിട്ടും. അങ്ങനത്തെ ഒരു വിഭാഗമാണ് മനുഷ്യന്മാരിൽ രണ്ടാമത്തെ വിഭാഗം എന്റെ കയ്യിലുള്ളത്. അവരാരാ? അവര് കാഫിറുകളും മുനാഫിക്കുകളും. അവരെങ്ങോട്ടും കിട്ടും, എങ്ങോട്ടും എന്തിയാലും കിട്ടും, എങ്ങോട്ട് തെളിച്ചാലും. കുട്ടികളെ കയ്യിലെ പന്ത് അങ്ങനല്ലേ, അതിന് പ്രത്യേകത അല്ലേ. അത് അങ്ങോട്ടും തട്ട, ഇങ്ങോട്ടും തട്ട, അവിടേക്കും ഉരുട്ട, ഇങ്ങോട്ടും ഉരുട്ട. മൂന്നാമത്തെ ഒരു വിഭാഗം എന്റെ കയ്യിലുള്ളവർ, അവര് പലപ്പോഴും എന്റെ ഷർറിൽ വീഴും. പക്ഷെ പിന്നെ ഏതെങ്കിലും ദിക്ർ മജ്ലിസോ അല്ലെങ്കിൽ ഉറൂസോ നിസ്കാരോ ജുമുഅ ദിക്ർ ഹൽക്കെ ഏതെങ്കിലും തങ്ങൾ ഉസ്താദ് വന്നിട്ട് ദുആർക്കുമ്പോ അതിലിങ്ങോട്ട് മുഴുകി കണ്ണീരൊലിപ്പിച്ച് മനസ്സൊക്കെ ആത്മാർത്ഥമായിട്ട് പിന്നെ ആ പാപക്കറകളൊക്കെ ഒരു കഴുകിക്കളയും. പിന്നെ ഹജ്ജിന് മുമ്പൊക്കെ പോയി ഖുർആനൊക്കെ ഓതിയിട്ട് മാറ്റും. പിന്നെയും ഞാൻ അവരെ പതുക്കങ്ങനെ വീഴ്ത്തും, പിന്നെയും അവര് നന്നാകും, പിന്നെയും വീഴ്ത്തും, പിന്നെയും നന്നാകും. അങ്ങനെയുള്ള ഒരു വിഭാഗമാണ് 3 വിഭാഗം. നാലാമത്തെ വിഭാഗമല്ല. ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ എത്തിപ്പെടാൻ കുറച്ചേ സാഹസം ഉണ്ടല്ലേ.
അതിലേക്ക് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഔലിയാക്കളുടെ കൂട്ടത്തിലുണ്ടല്ലോ അങ്ങനത്തെ മഹാന്മാര്. അവരോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു നമ്മൾ ഉയർത്തി തരട്ടെ. രണ്ടാമത്തെ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ കൊടുത്താതിരിക്കട്ടെ. അത് വല്ലാത്തിടങ്ങാറാണ്. കഥ കഴിഞ്ഞു. കാരണം പന്ത് പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങോട്ടും വലിയല്ലോ. മൂന്നാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നമ്മൾ സാധുക്കളാണ്. ചാബല്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരൂല. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. അപ്പൊ ഒരു വസീയത്താണ് നമ്മളോടൊക്കെ നൽകിയൊരു വസീയത്ത്, പാകത്തിന് ഭക്ഷണം കഴിക്കണം. അല്ലെ ഒന്നിനും സുഖം ഉണ്ടാവില്ല. ദർസ് നടത്തുന്ന ഒരാളെ പറ്റി നിങ്ങൾ ആലോചിച്ചു. അവിടെ മുന്നിൽ ഒരുപാട് കിതാബ് ഓതി കൊടുക്കാറുണ്ട്. കിട്ടിയ ഭക്ഷണം സുബ്ഹാനല്ലാഹ്, അതിന്റെ ആ മണം കൊണ്ട് കേട്ടിട്ട് പൊരിച്ചതും കരിച്ചതും, നിക്കണ കോയും ഇരിക്കണ കോയും സുജൂദുള്ള കോയും റുക്കുള്ള കോയൊക്കെ കൂടി ഇങ്ങനെ കണ്ട് അതങ്ങോട്ട് കയറ്റി വിട്ടിട്ട് 2 വരി കിതാബ് ഓതി കൊടുക്കുമ്പോഴേക്ക് ബാക്കി നാളെ ഓതാന്ന് പറയേണ്ടി വരും. പിന്നെ കഴിയൂല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം പറഞ്ഞത് നിസ്കാരം മാത്രല്ല, ദർസ് ചൊല്ലി കൊടുക്കുന്ന ഇബാദത്താണ്, കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ഇബാദത്താണ്, അവരെ പരിശീലിപ്പിക്കുന്ന ഇബാദത്താണ്, നമ്മൾ ജോലി എടുക്കാൻ പോകുന്നൊക്കെ ഇബാദത്താണ്. 4 മണി വരെ ജോലി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഒരു പുരയില് ജോലിക്ക് പോയതാണ്. ഒരേ പടവിനും തേപ്പാനോ പോലെ നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ലോണം കഴിച്ചു. അല്ല ഇന്നിപ്പോ പതിവിനേക്കാൾ ഏറെ പോയിണല്ലോ. ഇനിയിപ്പോ പടുക്കാനോ തേക്കാനോ കഴിയോ? ഒരു അരമണിക്കൂർ വിശ്രമിച്ചു നോക്ക. അരമണിക്കൂർ വിശ്രമിക്കാൻ അവിടെ കിടന്നതാ. പിന്നെ ആളെ വിളിച്ചിട്ട് യാതൊരു ലെവലും ഇല്ല. പിന്നെ തൽക്കാലം അയാളോട് അറിയിക്കോട്ടെ, ബാക്കിയുള്ളവർ തേച്ചോട്ടെ എന്നായി. എന്താ കാരണം? അയാളെ പണി മുടങ്ങിയത് എന്താ? ഏറെ ഭക്ഷണം കഴിച്ചപ്പോ അത് മുടങ്ങിയില്ലേ? ഇബാദത്തല്ലേ, ഹലാലായ നിലക്ക് കുടുംബം പോറ്റാനല്ലേ ജോലി എടുക്കുന്നത്. ഒക്കെ ക്ഷീണായിരിക്കും. ഒരു കടയിലിരിക്കുന്ന ആള് ഏറെ ഭക്ഷണം കഴിച്ചാൽ ആ കടയിലുള്ള വസ്തുക്കളൊക്കെ ആരെങ്കിലും കട്ടുണ്ടാവും. കാരണം അയാൾ ഉറങ്ങുകയാണെങ്കിൽ അയാളൊന്ന് വിളിച്ചു, അയാൾ ഉറങ്ങുക, വൈകുന്നേരം വന്ന് പൈസ കൊടുക്കുക. അയാൾ എന്നെ കുറച്ചൊന്നും എടുത്ത് അയാൾ പോയി. വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കടയിൽ ഞാൻ നേരത്തെ വന്നിരുന്നു. നീയോ എപ്പോ? ഞാനൊരു 3 മണിക്ക് വന്നു. എന്നിട്ട് 1-2 സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചിട്ട് അറിയണ്ടേ, നിങ്ങളങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി. അങ്ങനെ നിങ്ങളെ തൃപ്തി ഉണ്ടാവും വിചാരിച്ചാണ് കൊണ്ടുപോയത്. പ്രശ്നമൊന്നും ആക്കണ്ട, ഞാൻ അതിന്റെ പൈസ ആയിട്ട് വന്നാണ്. കണ്ടാ, പൈസ കൊടുക്കാത്ത ഒരാളാണെങ്കിൽ ആ കച്ചവടം കുറച്ച് ഞാൻ കൂട്ടേണ്ടി വരും. അപ്പൊ നഷ്ടാണ്. ഇബാദത്തിന് ലദ്ദത്ത് കിട്ടൂല. രണ്ടാമത്തെ ഉപദേശം, ഉറക്കം അധികരിപ്പിക്കുന്നവൻ ആയുസ്സിൽ ബറക്കത്ത് അവന് കിട്ടൂല. പാകത്തിനുള്ള ഉറക്കം ഏറെ ബുദ്ധിമുട്ടാക്കൂല. ടൈം കറക്റ്റ് ആകുമ്പോൾ നമ്മൾ പരിപാടി നിർത്തുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാത്തവര് ഭക്ഷണം കഴിച്ച്, ഇശാ നിസ്കരിക്കാത്തവർ ഇശാക്ക് നിസ്കരിച്ച്, ഹദ്ദാദൊക്കെ ചൊല്ലി റാഹത്തിലൊരു ഉറക്കുറവ്. നല്ല ആരോഗ്യവാന്മാരും നല്ല തൗഫീഖുള്ള ആളുകൾ സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും. അല്ലാത്തവര് സുബഹി വാങ്ങ് കൊടുക്കുമ്പോഴെങ്കിലും എഴുന്നേൽക്കണം. ഏറ്റവും ബെറ്റർ ആണെങ്കിൽ സുബഹിന്റെ മുമ്പ് തന്നെ എഴുന്നേൽക്കും. അങ്ങനെ ഒരു തൗഫീഖും കൂടിയാണത്. നമ്മളൊരു ഉദ്ദേശം കൊണ്ട് മാത്രമല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ലൊരു സന്ദർഭമാണ്. സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണ്. ജീവിതത്തിൽ നിലനിർത്തിയാൽ നല്ലൊരു മഹാഭാഗ്യമാണ്. കുടുംബത്തിലുള്ള ആളുകൾ മൊത്തം എങ്ങനെയാണോ ആ കുടുംബത്തിന്റെ ബർക്കത്തുകൊണ്ടാണ് ആ നാട് മൊത്തം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന ആൾക്കാരെ അള്ളാഹു പ്രത്യേകം പരിഗണിക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ പരിഗണന കൊണ്ടാണ് ആ നാട്ടിൽ തന്നെ അള്ളാഹു തആല വസൂരി വരുത്താത്തത്, പ്ലേഗ് വരുത്താത്തത്, കൊറോണ പടർത്താത്തത്, വിഷമങ്ങളൊന്നും വരുത്താത്തത്. എല്ലാവരും സുബഹിസ്കരിക്കാതെ ഉറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് അതാ പിന്നെ ഓർക്കും അസറിനെണീക്കും. അപ്പൊ പിന്നെ സമയമില്ലല്ലോ, പകല് പറയാൻ, രാത്രി സമയമില്ലല്ലോ. പിന്നെ കുറ്റം പറയണമെങ്കിൽ സമയം വേണ്ടേ, വേറൊരാളെ പറഞ്ഞ സമയം വേണ്ടേ. പക്ഷെ ഇതുകൊണ്ട് ലാഭമൊന്നും കിട്ടിയില്ല. ലാഭം എവിടെ? ആകെ ഒരു ഉറക്കാ കിട്ടിയത്. അതല്ലല്ലോ ലാഭം. ലാഭം പാകത്തിന് കുറച്ചൊക്കെ ഉറങ്ങി ബാക്കിയുള്ള സമയങ്ങളൊക്കെ ഖുർആനോത്തിനും വ്യത്യസ്ത കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ലാഭം ഉണ്ടാകുക.
തൊഴിലിന് പോകുന്ന ആള് അയാളെ ഫുൾ ടൈം അങ്ങനെ ഇടക്കിടക്ക് ഉറങ്ങുകയാണെങ്കിൽ ആൾക്കാർ ജോലിക്ക് വിളിച്ചോ? ആൾക്കാർ ഒരാൾ ഇടക്കിടക്ക് ഉറങ്ങുന്ന ആളാണ്, അതുകൊണ്ട് ആളെ പറ്റൂല, ജോലി മുടങ്ങി പോകും. പാകത്തിനുള്ള ഉറക്കം ഉറങ്ങണം. ഓരോരുത്തർക്കും ഓരോ പാകമാണ്. രണ്ടാമത്തെ വസിയത്ത് അതാണ്, ഉറക്കം അധികരിപ്പിക്കുന്നവൻ ആയുസിലവൻ ബറക്കത്ത് എത്തിക്കൂല. രണ്ടാമത്തെ കാര്യം അതാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി സമയത്ത് ഇശാഇന്റെ ശേഷം തങ്ങൾ ഉറങ്ങും. ഇശാഇന്റെ ശേഷം തങ്ങൾ ഉറങ്ങും. സഹോദരങ്ങളെ, ഭാര്യമാരോട് അല്പമൊക്കെ തങ്ങൾ സംവദിക്കും. എന്നിട്ട് തങ്ങൾ ഉറങ്ങിയിട്ട് അത്താഴത്തിന്റെ സമയത്ത് തങ്ങൾ എഴുന്നേൽക്കും. സുബ്ഹാനല്ലാഹ്, 11 റക്അത്ത് വിത്ർ നിസ്കരിക്കും. എന്നും പതിവങ്ങനെയാണ്. അന്ന് നിസ്കരിക്കുന്നത് ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ വ്യത്യസ്ത രൂപത്തിലുണ്ടാകാറുണ്ട്. ചിലപ്പോൾ 4 മണിക്കൂറും ആകാറുണ്ട്. നമ്മളെ കൊണ്ട് എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോണമെന്നില്ല. ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ എന്നും പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് വലിയൊരു തൗഫീഖാണ്. കുറച്ചു നേരം ഒന്ന് ദ്വാരക്കാനും കുറഞ്ഞ നേരം ഇസ്തിഗ്ഫാർ എല്ലാനും കിട്ടിയ വലിയ ഭാഗ്യമാണ്. തങ്ങളെ ശൈലി അങ്ങനെയാണ്. സുബ്ഹിന്റെ മുമ്പ് എഴുന്നേൽക്കാത്തൊരു സന്ദർഭം എപ്പോഴാ തങ്ങൾക്ക് വന്നത് എന്നറിയോ? നിസ്കാരം ഉറക്കം കൊണ്ട് ഖളാ ആയാൽ അതൊരു ബുദ്ധിമുട്ടില്ല എന്നൊരു നിയമം പഠിപ്പിക്കാൻ വേണ്ടി ഒരു നിസ്കാരം മാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാവൽ നിർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. തങ്ങൾ ചോദിച്ചു, എല്ലാവർക്കും ഉറങ്ങണം, ആരാ കാവലിക്ക? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഞാൻ കാവലിക്കാന്ന്. സുബൈക്ക് വിളിക്കാനാ, സുബൈന് മുമ്പ് വിളിക്കാൻ വേണ്ടിട്ട് കാവലിക്കാന്ന്. ആ ഞങ്ങൾ കാവലെന്നോളി. തങ്ങൾ ഉറങ്ങി. സാധാരണ തങ്ങൾ ഉറങ്ങല്ലോ. ബദറിന്റെ തലേന്നൊക്കെ സ്വഹാബത്തൊക്കെ ഉറങ്ങിയിട്ട് തങ്ങൾ ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഈ നിയമം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു കാര്യം ചെയ്താണ്. അതൊന്നേ ഉള്ളൂ, രണ്ടാമത്തെ ഒന്നുമില്ല. നമ്മളത് ആഴ്ചയിൽ കുട്ടികൾ ചിലപ്പോൾ 2-3 ഒക്കെ ഉണ്ടാവില്ലേ, ഇതൊന്നേ ഉള്ളൂ. ആകെ ഒറ്റൊന്ന് മാത്രം ആ നിയമം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിട്ട്, ശരീരന് വേണ്ടി. ഉറങ്ങിയിട്ട് ഉറക്കം കൊണ്ട് നിസ്കാരം ഒന്ന് പിന്നിപ്പോയി നേടിയിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന ഒരു നിയമം. ഖളാ വിട്ടിയാൽ മതി, അതിന്റെ പേരിൽ അല്ലാഹു ശിക്ഷിക്കൊന്നുമില്ല എന്നും. അന്ന് അങ്ങനെ ഉറങ്ങുന്ന ആളെ പറ്റിയല്ലോ പറഞ്ഞത്. അത് അയാൾ മഹാമടിയനായതുകൊണ്ടാണ്. അതിന്റെ ശിക്ഷ വേറെ വാങ്ങേണ്ടി വരും. ഏതോ ഒരു ദിവസം അങ്ങനെ എന്തോ ഒരു തിരക്കപ്പെട്ടു, അല്ലെങ്കിൽ ഉറക്കപ്പെട്ടു, അല്ലെങ്കിൽ ക്ഷീണം കൂടി, അല്ലെങ്കിൽ സന്തോഷം കൂടി, സൂര്യനാണ് ഒക്കെ വരാലോ. ഒരു നിയമം പഠിക്കും. സുബൈക്ക് കാവൽ നിർത്തിയ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യൻ ഉദിച്ച് തങ്ങളാണ് ആദ്യം ഉണർന്നത്. അപ്പൊ കാവൽ നിർത്തിയ ആളെവിടെ നോക്കും? മുപ്പര് ഭാഗത്ത് ഉറങ്ങുന്നുണ്ട്. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളല്ലേ കാവൽ നിർത്തിയത്? സംഗതി ഇന്നെ തന്നെ നിർത്തിയത്. ഞാൻ കുറെ ഓതി നിസ്കരിച്ചു. പിന്നെ നബിയെ ഞാൻ അങ്ങനെ കരുതി ഒന്നങ്ങ് കടന്നിട്ട് ഒന്ന് എണീക്കാന്ന് കരുതി. ആ കടന്ന കടത്താ പിന്നെ എപ്പോഴാണ് എണീക്കുന്നത്? തങ്ങൾ പറഞ്ഞു, ഈ നമ്മൾ ഈ കടന്ന ഈ താഴ്വര ശൈത്താന്റെ വലിയ കേന്ദ്രം തോന്നുന്നുണ്ട്. അപ്പൊ ശൈത്താന്റെ വലിയ കേന്ദ്രം നമ്മളെ നാട്ടിലേതാ? സുബൈക്കുണരാത്ത വീട്, അതാണ് ഏറ്റവും വലിയ കേന്ദ്രം. സുബൈക്ക് ഉണരാത്ത വീടാണ് ശൈത്താന്റെ ഏറ്റവും വലിയ കേന്ദ്രം. ശൈത്താന് അത്ര അടയിരിക്കാൻ പറ്റിയ ഒരു കൂട് ഈ നാട്ടിൽ വേറെ ഇല്ല. അതാണ് ഏറ്റവും വലിയ കേന്ദ്രം. തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ഈ മലഞ്ചെരുവിൽ നമ്മൾ ഖളാ വിട്ടണ്ട, കുറച്ചുകൂടി പോയിട്ട് വേറെ സ്ഥലത്ത് നിസ്കരിക്കാം. കാരണം ഇവിടെ ശൈത്താന്റെ ശർറ് കൂടുതലാണ്. അതുകൊണ്ടാണ് കാവൽ നിർത്തിയ ആള് പോലും ഉറങ്ങിപ്പോയി. സ്വഹാബത്തിനൊക്കെ ഒരു വിഷമിക്കണ്ട, നിസ്കാരം ഇങ്ങനെ ഖളാ ആയി എന്നുള്ളതുകൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കുന്നില്ല, വീട്ടിയാൽ മതി. കുറച്ചുകൂടി യാത്ര ചെയ്ത് വേറെ സ്ഥലത്തെത്തിയപ്പോ ഇറങ്ങി ഉളു കൊടുത്ത് എല്ലാവരും നിസ്കരിച്ചു. അത് ആ വിഷയം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ തങ്ങളെ പതിവ് സുബ്ഹിന്റെ മുമ്പ് അത്താഴത്തിന്റെ ടൈം എണീക്കും. 11 റക്അത്ത് വിത്ർ നിസ്കരിക്കും. അതിന് ചിലപ്പോൾ സമയം ദീർഘിക്കും, ചിലപ്പോൾ സമയം കുറച്ചാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ സുബഹി വാങ്ങ് കൊടുക്കുന്നത് വരെ ഇസ്തിഗ്ഫാറിലും ദിക്റിലും ദുആയിലുമാണ്. സുബഹി വാങ്ങം കൊടുത്താൽ 2 റക്അത്ത് നിസ്കരിച്ച് വീട്ടിൽ നിസ്കരിച്ച് നേരെ പള്ളിയിലേക്ക് പോകും. സുബഹിന്റെ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുക. അങ്ങനെയാണ് പതിവ്. പാകത്തെ ഉറക്ക്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പാകത്തെ ഉറക്കം ഉറങ്ങിയവരാണ്. അതുകൊണ്ട് ക്ഷീണമൊന്നും ബാധിക്കൂല. ഒരു 3-4 മണിക്കൂർ ഉറക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടും. അതിനെന്താ വേണ്ട? നിങ്ങള് ഈ ഉറക്കം പകല് കൂടുതൽ വരാതിരിക്കാൻ എന്താ വേണ്ടത്? രാത്രി ഇപ്പൊ വാതിന്റെ സഹസ് നോക്കി നിങ്ങൾ കറക്റ്റ് നിർത്തും. പഴയ കാലത്തൊക്കെ മൗലാജുള്ള നേരായിട്ടുള്ളൂ. പഴയ കാലത്ത് വാഴ തുടങ്ങാൻ മൗലാജുള്ള നേരായിട്ടുള്ളൂ. ആൾക്കാരൊക്കെ ചോറ് വെച്ചിങ്ങനെ ആ പെട്രോൾ ബോക്സും കത്തിച്ച് അല്ലെങ്കിൽ ചൂട്ടും കത്തിച്ച് ഇങ്ങനെ പല ഭാഗത്തുനിന്നും വരുന്ന നേരായിട്ടുള്ളൂ. നമ്മളെ പരിഗണിച്ചിട്ടാണ് നേരത്തെ തുടങ്ങി നേരത്തെ നിർത്തുന്നത്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് 2-3 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ ചെലവഴിച്ചാല് പിന്നെ 2 മണിക്കാ ഉറങ്ങുക. 2 മണിക്കൊന്ന് ഉറങ്ങുന്ന ഒരാൾക്ക് കേവലം 4 മണിക്കൂർ ഉറക്കിട്ടുണ്ട്. അപ്പൊ അയാൾ 6:30 എണീക്കുള്ളൂ. ഉന്തിയിട്ട് ഉത്തിയിട്ടൊന്നും കാര്യമില്ല. ഉന്തുമ്പോ ഒരു സുഖം ഇങ്ങനെ ഉണ്ടാവും. ആ തൊട്ടിലിങ്ങനെ ആട്ടുമ്പോ അതിനങ്ങനെ ഉറങ്ങുന്നുണ്ടാവും.
അപ്പൊ നേരത്തെ ഇവിടുന്ന് വയലൊക്കെ കഴിഞ്ഞ് സാധാരണ വയലില്ലെങ്കിലും നേരത്തെ പോയി കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നേരത്തെ ഉറങ്ങാം. സുബഹിക്ക് നേരത്തെ എണീക്കുന്ന വീടാകും. അള്ളാഹു ബർക്കത്ത് തരട്ടെ. അധികം ഉറങ്ങിയാൽ ആയുസ്സിൽ ബർക്കത്തുണ്ടാകൂല. ചിലർ പറഞ്ഞ് രാത്രി തീരെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആയുസ്സൊക്കെ പറ്റ ചുരുങ്ങി പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു ചുരുങ്ങണം. 90 വയസ്സ് ജീവിച്ചു. 40 കൊല്ലം ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ടാണ് മഹാനവറുകൾ സുബ്ഹി നിസ്കരിച്ചത്. 90-ലധികം വയസ്സ് ജീവിച്ചു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. 40 കൊല്ലം ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ടാ സുബ്ഹി നിസ്കരിച്ചത്. ഒരൊറ്റ ടൈം ഉറങ്ങിയിട്ടില്ല. ആ പരമ്പരയിൽ എണ്ണാൻ ധാരാളം മഹാന്മാരുണ്ട്. 90-ലധികം വയസ്സ് ജീവിച്ചില്ലേ സഹോദരങ്ങളെ. താജുൽ ഉലമ അല്ലാഹു ദർജയേറ്റി കൊടുക്കട്ടെ. താജുൽ ഉലമയുടെ പതിവും അങ്ങനെയാണ്. 3:30 മണി 3:45 എഴുന്നേൽക്കും. പിന്നെ 11 റക്അത്ത് വിത്രങ്ങ് നിസ്കരിക്കും. നിന്നിട്ട് വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് 11 റക്അത്ത്. റമളാനിൽ മാത്രമല്ല എല്ലാ ദിവസവും. എന്നിട്ട് ഖുർആൻ ഓതി ദുആ ചെയ്യും. അത് നിത്യജീവിതത്തിലെ പതിവാണ്. രാത്രി കുറച്ചങ്ങോട്ട് ഉഴക്കൊഴിച്ചു എന്നെഴുതിയിട്ട് ആയുസ് കുറയുമെന്നല്ല, പാകത്തിനാണ് ഉറങ്ങേണ്ടത്. ആ പാകം പോലെ ഉറങ്ങണം. ചിലര് പറയും എന്തായാലും കുട്ടികളെ പോലെ തന്നെ 8 മണിക്കൂർ ഉറക്കം കിട്ടണം. അങ്ങനെയല്ല, അതിനൊരു ടൈമുണ്ട്. ആ ടൈമിൽ അത് കിട്ടണം. 8 മണിക്കൂർ ഉറക്കം അത് കുട്ടികൾക്ക് തമ്മീസും കഴിഞ്ഞിട്ട് വകതിരിവൊക്കെ എത്തിയിട്ട് ഒരു 10 വയസ്സ് വരെ കുട്ടികൾക്ക് ആ രൂപത്തിലൊരു ഉറക്കം കിട്ടും. ഉറക്കം കൊടുക്കേണ്ടതുണ്ട്. 5 വയസ്സ് വരെ കുട്ടികൾ ഉറങ്ങുന്ന ഉറക്കമാണ് 10 മണിക്കൂർ 12 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞത്. അതിങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചുരുങ്ങി വരുന്ന നേരമാണ്. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു രാത്രിയിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ സമയം മാത്രമാണ് ഉറങ്ങിയത്. പിന്നെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സമയമോ സുബഹിയും മഗ്രിബിന് ശേഷമുള്ള സമയം ഇശാഇന്റെ സമയം കഴിഞ്ഞിട്ടൊരു 10 മണി വരെ ഇൽമിന് വേണ്ടിയുള്ള സമയമാണ്. അത് കഴിഞ്ഞിട്ട് മഹാനവറുകൾ 3 മണിക്കൂർ ഉറക്കമാണ്. പിന്നെ തഹജ്ജുദിനും പ്രാർത്ഥനക്കുമാണ് അങ്ങനെ ചെലവഴിച്ചു. അതുകൊണ്ട് ഒന്നാമത്തെ ഉപദേശം മറക്കരുത്. അധികം ഭക്ഷണം കഴിച്ചാൽ ഇബാദത്തിന് സുഖം കിട്ടും. രണ്ടാമത്തെ ഉപദേശം അധികം ഉറങ്ങിയാൽ ആയുസ്സിൽ ബർക്കത്തുണ്ടാകൂല. മൂന്നാമത്തെ ഉപദേശം ലാ യസ്തഖീമു ലഹു ത്വരീഖുൻ ഇലദ്ദാരിൽ ആഖിറ. ജനങ്ങളോട് കൂടിക്കലർന്ന് എപ്പോഴും ജനങ്ങൾക്കിടയില് കൂടിക്കലർന്നിട്ട് അങ്ങനെ നടന്ന് സമയവും മറ്റൊന്നും നിശ്ചയിക്കാതെ ജീവിതം ക്രമീകരിക്കാതെ നടക്കുന്ന ആള് ആഖിറത്തിലേക്ക് അവന് നേരെ ചൊവ്വേ ഒരു വഴി കാണൂല. എന്ന് പറഞ്ഞാൽ എപ്പോഴും അവന് കമ്പനിയാണ്. കമ്പനി ഒരു നേരത്ത് വേണം. എല്ലാ കൂട്ടുകാരും വേർപിരിയുമല്ലോ. ഇവിടുന്ന് മരിക്കുമ്പോ ആരും കൂടെയില്ല. ലികുല്ലി ജിത്തിമാഇൻ മിൻ ഖലീലൈനി ഫിർഖത്തുൻ വകുല്ലുൽ ലദീ ദൂനൽ ഫിറാഖി ഖലീലു. സഹോദരങ്ങളെ, എല്ലാ കൂട്ടുകാരും വേർപിരിയും. വേർപിരിയാത്തൊരു കൂട്ടുകാരുമില്ല. അപ്പൊ കൂട്ടുകാരോട് കമ്പനി അടിച്ചിട്ട് ജീവിതത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാതെ നടന്നാൽ ആഖിറം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും ഇങ്ങനെ കമ്പനി അടിച്ച്, എപ്പോഴും ഇങ്ങനെ സ്വറ പറഞ്ഞ്, എപ്പോഴും ഇങ്ങനെ കൂടിക്കലർന്ന് അങ്ങനെ അങ്ങോട്ട് നേരം കളഞ്ഞ പിന്നെ ആഖിറത്തിലേക്കുള്ള വഴി ചുരുങ്ങിപ്പോകും. ക്ലിയറായ വഴി കിട്ടൂല. നാലാമത്തെ വസിയ്യത്ത് വമൻ യുക്സിറുൽ കലാമ ഫീമാ ലാ യഅനീഹി യഖ്റുജു മിനദ് ദുനിയാ അലാ ഗൈരിൽ ഇസ്ലാം. ഇത് നല്ലോണം പേടിക്കേണ്ട ഒരു വസിയ്യത്താണ്. ആവശ്യമില്ലാത്തതിൽ അധികം സംസാരിക്കുന്നവൻ, ആവശ്യമില്ലാത്തതിൽ അധികം സംസാരിക്കുന്നവൻ, ലാ യഅനീഹി ആവശ്യമില്ലാത്തതിൽ അധികം സംസാരിക്കുന്നവൻ. ആവശ്യമില്ലാത്തതിൽ സംസാരിക്കാൻ മനസ്സിലായില്ലല്ലേ? അധിക രാഷ്ട്രീയം പറയാം. അപ്പൊ വേഗം മനസ്സിലായി. കാര്യമില്ലാത്ത അധികം പറയാം. നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമായിട്ട് ഫലമൊന്നുമില്ല. നമ്മളങ്ങനെ പറയണം. എന്താ കാര്യമില്ല, നമ്മളങ്ങനെ പറയാണ്. മറ്റാളെങ്ങനെയാണ്, അവിടെ മറ്റെങ്ങനെ, അവിടെ എങ്ങനെയാണ്, അവിടെ അയാൾ അങ്ങനെ ചെയ്ത്, ഇവിടെ ഇങ്ങനെ ചെയ്ത്, മറ്റോടത്ത് അങ്ങനെ, മറ്റോടത്ത് ഇങ്ങനെ. എന്താ പേരിൽ നേട്ടമുള്ള? ഒരു നേട്ടമില്ല. പത്രം ഇങ്ങനെ വായിച്ച ഒരാള് 12 പേജും വായിച്ചു. ഒരു 5 ആളെ കിട്ടിയപ്പോ 5 ആളോടും 12 പേജുള്ള മൊത്തം വിശദീകരിച്ചു. എന്താ കിട്ടാള്? എന്താട്ടാള്? കാര്യമായിട്ടൊന്നും കിട്ടാനൊന്നുമില്ല. എന്താ കിട്ടാണ്ടോ? അയാൾ വായിക്കുന്നോണ്ട് അറിവായി കിട്ടും. അയാൾ ഇങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ നേരെ അങ്ങനെ പോയി കിട്ടും. അത്രയല്ലേ ഉള്ളൂ.
ആവശ്യമുള്ളത് പറയണം. ചിലപ്പോൾ മരിച്ച റിപ്പോർട്ട് ഉണ്ടാവും, പറയേണ്ടതുണ്ടാവും, പറയണം. ചില സംഗതി പരിപാടികൾ ചില സ്ഥലത്ത് നടക്കുന്നുണ്ടാവും, പറയേണ്ടി വരും. പക്ഷെ ഒക്കെ അങ്ങനെയാണോ? ഒക്കെ അങ്ങനെയൊന്നല്ല. അതിലെന്തെല്ലാം കേസുകൾ, എന്തെല്ലാം വാർത്തകൾ വരാണ്ട്. ആവശ്യമില്ലാത്തതിൽ അധികം സംസാരിച്ചാൽ യഖ്റുജു മിനദ് ദുനിയാ, ദുനിയാവിൽ നിന്നവൻ പുറപ്പെടും. അലാ ഗൈരിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മാർഗത്തിലല്ലാതെ പോകേണ്ടി വരും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആവശ്യമില്ലാത്തതിൽ അധികം സംസാരിക്കുന്നവൻ അവസാനം പിരിയുന്ന നേരത്ത് അവന് സംസാരിക്കാൻ, അവന് ചൊല്ലാൻ, അവന് പറയാൻ കെലിമ വരൂല. അധികം സംസാരിക്കേണ്ടത് ആവശ്യമുള്ളതിലാണ്. ആവശ്യമില്ലാത്തതിൽ നാവ് തുറക്കാതിരിക്കുകയാണ് നല്ലത്. മഹാന്മാരായ മഹാന്മാരൊക്കെ പേടിച്ചത് എങ്ങനെയാണ്? ഔലിയാക്കളുടെ നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലപ്പോഴും പല സന്ദർഭങ്ങളിലും നാവിൽ മഹാൻ അവർകൾ കല്ലിട്ട് നടക്കാറുണ്ട്. എന്തിനേ? ഒരു തടസ്സം വരാൻ വേണ്ടി, ആവശ്യമുള്ളതിന് വേണ്ടി മാത്രം കല്ല് പുറത്തെടുത്തുകൊണ്ട് സംസാരിക്കും. സംസാരിക്കേണ്ട കാര്യമില്ലേ? കല്ല് തൊള്ളയിൽ വെച്ചങ്ങനെ പോകും, ഒന്നും മിണ്ടൂല. ചിലരൊക്കെ പല വിഷയങ്ങളും വന്നിട്ട് പറയും. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹുവോട് ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ പറ്റി പലതും സംസാരിക്കുന്നുണ്ട് അങ്ങാടിയിൽ. അവിടെ ദാ ഒരാൾ പറയുന്നു, ഇവിടെ ദാ ഒരാൾ പറയുന്നു, എന്താ മറുപടി പറയാത്തത്? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു മറുപടി പറയാതിരിക്കലാ നല്ലേ, അല്ലേ? പറയലാന്നല്ലേ, പറയാതിരിക്കലല്ലേ? പറയാതിരിക്കുക നല്ലത്. ഖാലൂ സകത്ത വഖദ് ഖുസിംത ഖുൽതു ലഹും ഇന്നൽ ജവാബ ലി ബാബി ശർരി മിഫ്താഹു. ശിഷ്യന്മാര് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ എന്തിനാ മൗനം പാലിക്കുന്നത്? നിങ്ങളെ വിഷയത്തിലാണല്ലോ ആൾക്കാർ തർക്കം കൂടുന്നത്. അപ്പൊ ഷാഫി ഇമാം തങ്ങളെ മറുപടി, ഞാൻ അവർക്ക് മറുപടി പറഞ്ഞാൽ അത് പിന്നൊരു തിന്മയുടെ കവാടത്തെ തുറക്കലാണ്. ഞാനൊരു മറുപടി പറഞ്ഞാൽ അവർ പിന്നൊരു മറുപടി പറയും, പിന്നൊരു മറുപടി പറഞ്ഞാൽ പിന്നൊരു മറുപടി പറയും, പിന്നെ അത് കളവായിരിക്കും, പിന്നെ പറഞ്ഞ പെരുങ്കളവായിരിക്കും, പിന്നെ പറയുന്ന ദുന്യാവും ആഖിറവും മൊത്തം നഷ്ടപ്പെടുത്തുന്ന കാര്യമായിരിക്കും. അതേ സമയത്ത് മിണ്ടാതിരുന്നാലോ നമ്മൾ അഭിമാനത്തിനൊരു കുഴപ്പമില്ല. വിവരദോഷികളായ ആളുകൾ വല്ലതും പറയുമ്പോ മൗനം പാലിക്കലാണ് ഏറ്റവും നല്ലത്. അഭിമാനം കാക്കാൻ അതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് മഹാനവറുകൾ ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നു. സിംഹത്തെ കണ്ടിട്ടില്ലേ മോനെ? അതൊന്നും മിണ്ടുന്നില്ല, എല്ലാവർക്കും ഇതിനെ പേടിയല്ലേ? എപ്പോഴും കുരക്കുന്നൊരു സാധനം ഉണ്ട്, ആർക്കോ പേടിയുണ്ടോ? അതിന് ആളുകൾ ആട്ടി ഓടിക്കാറല്ലേ പതിവ്. അതുകൊണ്ട് കുരക്കുന്ന നായയാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മിണ്ടാതെ നിൽക്കുന്ന സിംഹമാകാനാണ് ഉദ്ദേശിക്കുന്നത്. മറുപടി പറയാൻ അർഹിക്കുന്നതാണെങ്കിൽ പറയും, ഇല്ലേ? പറയൂ. ഇങ്ങനെയാണ് അവരുടെ ശൈലി, മഹാന്മാർ ശൈലിയൊക്കെ അങ്ങനെ. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ കാലത്ത് എതിരായിട്ട് നിൽക്കുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു ഷാഫി ഇമാം തങ്ങൾക്ക്. അയാൾ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് വേർക്കും, അള്ളാഹുവേ ഷാഫി ഇമാം തങ്ങളെ നീ പെട്ടെന്ന് മെരിപ്പിക്കണേ അല്ലാഹ്, അല്ലെങ്കിൽ മാലിക് ഇമാമിന്റെ ഇൽമൊക്കെ പോയി പോകുന്നു. ഒരു മജ്ലിസ് സംഘടിപ്പിച്ച് ദ്വാരക്കാണിത്. എന്താ അങ്ങനെ ദ്വാരക്കാൻ കാരണം? അസൂയ മൂത്തിട്ട. അതിന് എന്താ മരുന്ന്? കാരണം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഈ ദ്വാരക്കുന്ന മനുഷ്യനെ 250, 350, 400 വാഹനങ്ങൾ വന്ന് നിൽക്കുകയാണ്. ഇൽമു സ്വീകരിക്കാൻ വേണ്ടി ആ വാഹനത്തിൽ ആളുകൾ വന്നിറങ്ങാണ് ദൂര ദിക്കുകളിൽ നിന്ന്. അവിടെ പഠിക്കുന്നവരെക്കാൾ വിദേശികൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്നു, ഹദീസ് സ്വീകരിക്കാൻ, തഫ്സീർ പഠിക്കാൻ, ഫിഖ്ഹ് പഠിക്കാൻ. ഇത് കണ്ടിട്ട് അസൂയമൂത്തത. എത്ര ചെറുപ്പത്തിൽ എത്രത്തോളം ആൾക്കാർ വന്ന് എങ്ങനെ പഠിക്കുന്നത്? അല്ലാഹു തആല കൊടുത്ത തൗഫീഖാണ്, അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ്. ആ അസദ് മൂത്തിട്ടാണത്. എന്നെന്താ സഹോദരന്മാരെ മരുന്ന്? അതിനാണ് അങ്ങനെ ദ്വാരുന്നത്. ഷാഫി മാതങ്ങളോട് ഇങ്ങനെ ദ്വാരക്കുണ്ടെന്നാണ്. സാരല്ല, അങ്ങനെ ദ്വാരുന്നോട്ടെ, ദ്വാരുന്നോട്ടെ. നമ്മളിപ്പോ തിരിച്ചു ദ്വാരക്കാനൊന്നും പോകുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു അവര് ദ്വാരുന്നോട്ടെ. അവര് ദ്വാരക്കുന്നോണ്ട് ഞാൻ മരിക്കാനല്ലേ ദ്വാരക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തകരാറൊന്നുമില്ല. കാരണം മരണം എനിക്ക് മാത്രമൊന്നുമല്ലല്ലോ, ആള് മരിക്കുമല്ലോ. ഞാൻ മരിക്കാനല്ലേ മൂപ്പര് ദ്വാരക്കുന്നത്, ദ്വാരുന്നോട്ടെ. എനിക്കതിൽ യാതൊരു പരാതിയുമില്ല, പ്രശ്നവുമില്ല. കാരണം മരണം എന്നത് എനിക്ക് മാത്രമല്ല കണക്കാക്കിയ വഴിയല്ല, അയാളും മരിക്കും.
പറഞ്ഞ പോലെ തന്നെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആദ്യം വഫാത്തായി. മറ്റേ ആൾക്ക്, ആ ദ്വാരുന്ന ആൾക്ക് കൂടുതലൊന്ന് സുഖിച്ച് ആൾക്കാരെ സ്വീകരിച്ച് പണ്ഡിതന്മാരെ സ്വീകരിച്ച് വാർത്തെടുക്കാനൊന്നും കഴിഞ്ഞില്ല. 10-20 ദിവസം കഴിഞ്ഞ് മൂപ്പര് മരിച്ചു. അതെങ്ങനല്ലേ? വേറെ ആൾ കണ്ടിട്ട് ആൾ വേഗം മരിച്ചിട്ട് നമുക്കും നന്നാകുന്ന അങ്ങനെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആവശ്യമുള്ളത് സംസാരിക്കുക, അത് എത്രയും സംസാരിക്കുക, ഖൈറാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കരുത്. 4 വസിയത്തുകൾ ഇബ്രാഹിമിൻ അദ്ഹം റളിയല്ലാഹു അൻഹു നമ്മുടെ നേട്ടത്തിന് വേണ്ടി, ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം, അതിന്റെ ഭംഗി നമ്മൾ നിലനിർത്തി മുന്നോട്ട് പോകണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇസ്ലാമിൽ നിന്ന് രാജിയാകുന്ന വാക്കോ പ്രവർത്തനമോ നമ്മിൽ നിന്നുണ്ടാകരുത്. വിശുദ്ധ ഇസ്ലാമാണ് നമുക്ക് സൗന്ദര്യം നൽകിയത്, അള്ളാഹുവിന്റെ ദീൻ. ആ ദീനാണ് നമ്മളെ ബഹുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്ലാമാണ് അല്ലേ? കുടുംബ നമ്മളെ ബഹുമാനത്തിന്റെ കാര്യം? നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു എന്നുള്ളതാ? അല്ലല്ലല്ല. നമ്മളെ ബഹുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ ഇസ്ലാമാണ്. നമ്മൾ മുസ്ലിമാന്നുള്ളത്. മുസ്ലിമാന്നുള്ള നമുക്ക് ഏറ്റവും വലിയ ബഹുമാനം. ആ മുസ്ലിമാണെന്നുള്ള ബഹുമാനത്തിൽ നിന്ന് ഒരിക്കലും മാറരുത്. ഒരു വാക്ക് കൊണ്ടൊരു പ്രവൃത്തി കൊണ്ട് മാറരുത്. ദുരന്തമുഖത്തേക്ക് പോകരുത്. മുർത്തദ്ദാകുന്ന കാര്യങ്ങൾ സ്വീകരിക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മുർത്തദ്ദാകുന്ന കാര്യങ്ങളിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് വെളിവായിക്കൊണ്ടിരിക്കുന്നു. അതിലേറ്റവും കൂടുതലുള്ള കാര്യം ഏതാണെന്നറിയോ സഹോദരങ്ങളെ, സഹോദരിമാരെ? അൽ-ഇസ്തിഹ്സാഉ, പരിഹാസ്യമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ പരിഹസിക്കുക. മുസ്ലിങ്ങൾ എന്നെ കളിയാക്കുന്നത് കണ്ടില്ലേ? തന്നെ അവരുടെ ദീനിന്റെ ശിആറുകളെ കളിയാക്കുന്നത് കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? എന്തിന്? അവർക്ക് ആ നിയമങ്ങൾ ദഹിക്കാത്തതുകൊണ്ട്, പിടിക്കാത്തതുകൊണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ ചിഹ്നങ്ങളെ, അടയാളങ്ങളെ, നിയമങ്ങളെ ഏതെങ്കിലും ഒന്നിനെ, ഒരു സുന്നത്താകട്ടെ, ഒരു കറാഹത്താകട്ടെ, ഒരു ഹലാലാകട്ടെ, ഏതെങ്കിലും ഒന്നിനെ നിസ്സാരപ്പെടുത്തിയാൽ, ഒന്നിനെ കളിയാക്കിയാൽ, ഒന്നിന്റെ നിയമം മാറ്റി പറഞ്ഞാൽ നമ്മൾ ഈ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോകും. മുർത്തദ്ദായി കഴിഞ്ഞാൽ ഇത്രയും കാലം ചെയ്ത അമലുകളൊന്നും നമ്മുടെ പട്ടികയിൽ കാണൂല. ഒരു മനുഷ്യൻ മുർത്തദ്ദായി മരിച്ചാൽ അവന്റെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി. ദുനിയാവിലും ആഖിറത്തിലും കാര്യമായിട്ട് അവന് ലാഭമൊന്നും ഉണ്ടാകൂല. അവൻ പിന്നെ പോകുന്നത് പരാജിതരുടെ പട്ടികയിലേക്കാണ്. ഇസ്ലാമിന്റെ ഭംഗി നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇസ്ലാമിലായിട്ട് നിൽക്കുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ ഞാൻ മറ്റൊന്നിലേക്ക് ചാടിപ്പോകട്ടെ എന്ന് ചിന്തിക്കരുത്. ഇസ്ലാമിലായിട്ട് നിന്നിട്ട് തന്നെ സഹിച്ചു മുന്നോട്ട് പോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ ഒറ്റ സംഭവം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വിശുദ്ധ ഇസ്ലാമിൽ നിന്ന് രാജിയാകുന്ന രൂപത്തിൽ ഒരു വാക്കും പ്രവൃത്തിയും ഉണ്ടാകാതെ സൂക്ഷിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ചെറുതാക്കി കാണരുത്. നിയമം നമുക്കറിയില്ലെങ്കിൽ അറിയുന്ന പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം. പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കണം. ഒരു ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നീ അങ്ങനെ കഴുത്ത് മറച്ച്, നല്ല മുഖം മറച്ച്, തല മറച്ച് ഒരു ബീവിയായിട്ട് എന്റെ കൂടെ പോരേണ്ടതില്ല. നല്ലൊരു ഷാളൊക്കെ ധരിച്ച്, ഒരു പുതിയ രൂപത്തില്, ന്യൂ ജനറേഷനില് തലയിലൊരു ഷാളൊക്കെ തട്ടത്തിന് ഇട്ടാൽ മതി. വലിയ തട്ടോ ഇട്ടിട്ടൊരു ഉമ്മാമയായിട്ട് നീ എന്റെ കൂടെ പോരേണ്ടതില്ല എന്ന് പറയുന്ന ഭാഷയിൽ അവിടെ ദീനിന്റെ നിയമത്തെ നിരാകരിക്കലുണ്ട്, പരിഹസിക്കലുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ് കഴുത്ത് മറക്കണം, കാത് മറക്കണം, തല മറക്കണം. മുഖമക്കനയുടെ താഴ്ഭാഗം താഴോട്ട് തൂക്കിയിടണം. മുകൾ ഭാഗത്തേക്ക് വലിച്ചു കെട്ടലല്ല, മുഖമക്കനയുടെ താഴ്ഭാഗം താഴോട്ടാണ് തൂക്കിയിടേണ്ടത്. ഇവിടെ നമ്മൾ ആ മറ പൊളിച്ചിട്ട് ഒരു ഷാള് മാത്രമാക്കി മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവിന്റെ ദീനിൽ നിർബന്ധമായ ഒരു വിഷയത്തെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കുന്നു. നമ്മുടെ കുട്ടിക്ക് സീറ്റ് കിട്ടിയാൽ മതി. സീറ്റ് വാങ്ങാൻ പോയ സ്ഥാപനത്തിന്റെ നിയമം എന്താ? കോമ്പൗണ്ടിലേക്ക് കയറുമ്പോ ശിരോവസ്ത്രം അയച്ചു വെക്കണമെന്നാ. എന്താ മുസ്ലിമിന്റെ കാഴ്ചപ്പാട്? ശിരോവസ്ത്രം 2 കൊല്ലം വെച്ചാ പോരെ? ഒരൊറ്റ ദിവസത്തെ വിഷയത്തിന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും? എന്നിട്ടല്ലേ 2 കൊല്ലം? നീ ഉദ്ദേശിക്കുന്ന ആ ഒരു ഡിഗ്രിയും കാര്യവും അങ്ങനെ അല്ലാതെ കിട്ടൂലെങ്കിൽ വേണ്ടെന്ന് വെച്ചാ പോരെ? ജീവിതം നടക്കൂലേ? ജീവിക്കാൻ കഴിയൂലേ? പിന്നെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? അങ്ങനെ അല്ലാതെ ഈ നാട്ടിൽ പഠിക്കാൻ കഴിയില്ല എന്ന് കുട്ടികൾ. ഞങ്ങൾ നിയമം വന്നു കുട്ടികൾ ഈ നാട്ടിൽ അങ്ങനെ അല്ലാതെ പഠിക്കാൻ കഴിയില്ല. ഉന്നത കലാലയങ്ങൾ, ബിരുദങ്ങളിലൊക്കെ നേടാൻ നമ്മുടെ പെൺകുട്ടികൾക്ക് ശിരോവസ്ത്രം അയച്ചു വെക്കണം. എന്തായിരിക്കും നമ്മുടെ നിയമം? നമ്മുടെ നയം എന്തായിരിക്കും? ഇപ്പൊ തന്നെ കുറെ ആൾക്കാർ പെട്ടുപോയി. അതാ ഞാൻ പറയുന്നത്.
അത് കുറച്ചേരം സഹിച്ചാ പോരെന്നോ, എന്നാലും കുഴപ്പമില്ലാന്നാ. പക്ഷെ തട്ടല്ലേ ഉസ്താദ് അയച്ചു വെക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മറക്കണില്ലേന്നാ. എങ്ങനെയാ നമ്മളെ നയം? ഞാൻ പറഞ്ഞു, പല ആൾക്കാരും പല വീക്ഷണത്തിൽ അവിടെ കാണുന്നത്. ഈ തലയിൽ തട്ടം മറക്കാന്നുള്ളത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ പഠിപ്പിച്ച നയല്ല, അല്ലാഹു തആല ഖുർആനിലൂടെ പഠിപ്പിച്ച നയല്ലേ. ശരിക്ക് കാതും കഴുത്തൊക്കെ മറക്കണം എന്നുള്ള നിയമം തട്ടം മറക്കുമ്പോ അതൊക്കെ മറയല്ലോ. ഈ നിയമം ആരാ പഠിപ്പിച്ചത്? അല്ലാഹു ജല്ല ജലാലുഹു പഠിപ്പിച്ച നിയമല്ലേ. അതിനെ തിരസ്കരിച്ചിട്ട് നമ്മൾ അത് അത്രയല്ലേ ഉള്ളൂ എന്ന് ലാഘവത്തോടെ കാണുമ്പോ നമ്മൾ തന്നെയല്ലേ ആ നിയമത്തെ പരിഹസിക്കുന്ന ആൾക്കാർ, കൊച്ചാക്കുന്ന ആൾക്കാർ, കളവാക്കുന്ന ആൾക്കാർ. പിന്നെ നമ്മൾ പുറത്തുള്ള കുറ്റം പറയുന്നു. പുറത്തുള്ള ആൾക്കാർ അത് വേണ്ടാന്ന് പറയുമ്പോ കുറ്റം പറയുന്നില്ല. നമ്മൾ ആദ്യം നേരെ ചൊവ്വയാകണ്ടേ. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് ഇറക്കുമ്പോ എത്ര ചെലവുണ്ട്. അല്ലാഹു തആല പൊരുത്തപ്പെട്ട രീതിയിൽ ഇറക്കണ്ടേ. അന്ന് ആ കുട്ടിയുടെ ശരീരത്തിന്റെ സ്വകാര്യതകൾ മുഴുവനും പരസ്യമാക്കി ഇറക്കിയ സഹോദരങ്ങളെ, അല്ലാഹു തആല കൂലി കിട്ടോ കൊടുത്ത ഭക്ഷണത്തിനൊക്കെ. പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു പൊതുജീവിതത്തിലേക്ക് പാദമൂന്നുന്ന ഒരു സമയം, ആ കുട്ടിന്റെ മാറിടെ അടക്കം വെളിവാണ്. ആ കുട്ടിക്ക് തലേന്ന് സ്കൂളിൽ പോകുന്നവരെ ഫുൾ കൈ ഉണ്ടായിരുന്നു, അന്ന് ഹാഫ് കൈയേ ഉള്ളൂ. ഒക്കെ കാണാൻ ധരിച്ചിട്ടുണ്ട് ഒരു വസ്ത്രം, പക്ഷെ ആ വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ ആ കുട്ടിന്റെ ശരീരത്തിന്റെ കളറ് മുഴുവനും ഒപ്പിയെടുക്കാൻ പറ്റും. അങ്ങനായ പിന്നെ എങ്ങനെ നമ്മളിങ്ങനെ സിന്ദാബാദ് മുഴക്കിയിട്ട് ആ നിയമം കാട്ടിപ്പുറത്ത് എങ്ങനെ ഉണ്ടാകും? അപ്പൊ നമ്മൾ ആ നിയമത്തെ കൊച്ചാക്കുന്നവരിൽ പെട്ടില്ല. ദീനിൽ അടിയുറച്ചൊന്ന് പ്രവർത്തിക്കുന്ന ആൾ ഇസ്ലാമികമായ ശരീഅത്തിന്റെ നിയമങ്ങളെ ഒന്നിനെയും തിരസ്കരിക്കരുത്. എന്റെ കൂടെ എന്റെ ഭാര്യ നടക്കുമ്പോ, എന്റെ ഉമ്മ നടക്കുമ്പോ, എന്റെ പെങ്ങൾ നടക്കുമ്പോ അവർ സ്വീകരിക്കേണ്ട നയം എന്താണ് അള്ളാഹുവിന്റെ ദീന് നമ്മോട് പഠിപ്പിക്കുന്നത്? അതാ നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ജില്ലയിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ ഒരു മേധാവി ഇവിടെ തട്ടം ധരിക്കാൻ പാടില്ല നിയമം പുറത്തു പറഞ്ഞപ്പോ രക്ഷിതാക്കൾ, മുസ്ലിം രക്ഷിതാക്കളെ കുട്ടികളെ പിൻവലിച്ചോടുന്നു. ഇനി അങ്ങനത്തെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വ്യാപകമാക്കുകയാണെങ്കിൽ ആർക്കാ വിഷമം ഉണ്ടാകുക? ആർക്കും വിഷമം ഉണ്ടാവില്ല. കാരണം ആൾക്കാർക്ക് അത്രയാ നിയമത്തോട് ബന്ധമുള്ളൂ. ഇപ്പൊ നമ്മളെ കൂടെ നടക്കുന്ന കല്യാണത്തിലാകട്ടെ, വിഷയത്തിലാകട്ടെ, എങ്ങോട്ടാകട്ടെ നടക്കുന്ന കുട്ടികളുടെ അവസ്ഥകൾ രണ്ട് രൂപത്തിലല്ലേ നമ്മൾ കാണുന്നത്. നമ്മളല്ലേ രക്ഷിതാക്കളെ ഉത്തരവാദികൾ. മദ്രസയിലേക്ക് പോകുന്ന ഒരു കുട്ടി 10ാം ക്ലാസ് വരെ എത്ര മട്ടത്തിലാ പോകുന്നത് അല്ലെ? ആ കുട്ടി 2 മണിക്കൂർ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോ അങ്ങനെ 2 നിയമമുണ്ടോ ഇസ്ലാമില്? ഉണ്ടോ? രണ്ടെങ്കിലും പറയുന്ന എനിക്ക് മൈക്കൂരോട് പറയാലോ. മദ്രസയിലേക്ക് പോകുമ്പോ ആ ധരിച്ച ഫുൾ കൈ തന്നെ സ്കൂളിൽ യൂണിഫോമിലും പറ്റൂലേ? ഹാഫ് കൈ ഇട്ട് വരണം, ബനിയൻ ഷർട്ട് ഇട്ട് വരണം പറയണോ? ഏതെങ്കിലും സ്കൂളിൽ പറഞ്ഞണോ? കുട്ടികളെ തൊക്കൊക്കെ ഒന്ന് കാണട്ടെ, എന്നാലും അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞോ? പിന്നെന്തിനാ നമ്മൾ മുറിച്ചു മാറ്റിയത്? മക്കനിട്ട് വരാൻ പാടില്ല നിയമം ഇരിക്കണോ? പിന്നെന്തിനാ നമ്മൾ മാറ്റിയത്? അപ്പൊ നമ്മൾ തന്നെയല്ലേ ഈ നിയമത്തെ ബഹിഷ്കരിക്കുന്ന ആൾക്കാർ, കൊല്ലുന്ന ആൾക്കാർ. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അതിലൂടെ അല്ലാഹു തആല തരേണ്ട മഹത്വങ്ങളൊക്കെ തരും, ഒരു കുറവുണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ, മാലിക് ബിൻ ദീനാർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, ജ്യേഷ്ഠനും അഞ്ജനും. രണ്ടാളും മജൂസികളാണ്, തീയിനെ ആരാധിച്ച് ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കാം. ജ്യേഷ്ഠനോട് പറഞ്ഞു, നിങ്ങൾ 73 വർഷമായി ഈ തീയിനെ ആരാധിക്കുന്നു, ഞാൻ 35 വർഷമായി. നമ്മളൊന്ന് പരിശോധിച്ചു നോക്കും. കാരണം അവർ ആരാധ്യ വസ്തുവാണ്, അവർ പരിശോധിക്കട്ടെ, നമ്മളതിനെ കുറ്റം പറയല്ല. അവര് പറഞ്ഞ ഒരാൾ, നമ്മൾ ഈ തീയിലേക്കൊന്ന് കൈയിട്ട് നോക്കും. നമ്മൾ ഇത്രയും കൊല്ലം ആരാധിച്ചിട്ട് നമ്മളോട് വലിയ ബഹുമാനം വിധേയത്വം ഉണ്ടെങ്കിൽ നമ്മളെ കൈ കരയാൻ പാടില്ല. കൈ കരിയാൻ പാടില്ല, തീ തട്ടിയിട്ട് പൊള്ളാൻ പാടില്ല, ചൂടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് അതിനെ തന്നെ ആരാധ്യ വസ്തുവായിട്ട് അങ്ങനെ മുന്നോട്ട് നിലനിർത്താം. അതല്ല നേരെ വിപരീത ഫലാണെങ്കിൽ നമ്മൾ ഇത്രയും ആരാധിച്ചിട്ട് ഒരു കാര്യം കിട്ടില്ല എന്നാവൂലേ? നമ്മൾ പരിശോധിച്ചു നോക്കാം. അങ്ങനെ ജ്യേഷ്ഠനും അഞ്ജനും ആദ്യം ആരാണ് കൈയിടാന്ന് ചോദിച്ചു. ജ്യേഷ്ഠൻ പറഞ്ഞു അനുജനോട്, നീ നിന്റെ കൈ അതിലേക്ക് തീയിലേക്ക് വെക്കൂ, എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അനുജൻ കയ്യങ്ങ് വെച്ചുകൊടുത്തു. സുബ്ഹാനല്ലാഹ്, വിരലുകൾ മുഴുവനും കരിഞ്ഞുപോയി. അയാള് വേദന കൊണ്ട് എന്ന് ശബ്ദിച്ചിട്ട് കൈ ഇങ്ങനെ വലിച്ചു. എന്നിട്ട് തീയിനോട് പറഞ്ഞു, 35 കൊല്ലമായിട്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു, അന്ത തൂദീനനീ, നീ എന്നെ ഇടങ്ങേറാക്കിയല്ലേ, എന്നെ ശല്യം ചെയ്തു അല്ലേ, നിന്നെ ആരാധിക്കാൻ ഞാനില്ല. എന്നിട്ട് ജ്യേഷ്ഠനെ വിളിച്ചു പറഞ്ഞു,
എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പുറത്തു തരുന്ന, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് പരിഗണന തരുന്ന മഅബൂദായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അല്ലാഹനെ നമുക്ക് വിശ്വസിക്കാം. ആ അല്ലാഹു തആലക്ക് നമുക്ക് ആരാധന നടത്താം. ആദ്യഘട്ടത്തിൽ ജേട്ടൻ അതിന് സമ്മതിച്ചു. നമ്മൾ അതിനെന്ത് ചെയ്യണം? ഇസ്ലാം പഠിക്കാൻ പറ്റുന്ന ആളെ അന്വേഷിച്ചു പോകണം. അങ്ങനെ നാട് നീളവർ അന്വേഷിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു കൊടുത്തു, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അവരടുത്ത് പോയാൽ നിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരും. ജേട്ടനും അനുജനും അങ്ങോട്ട് പോയി, ബസറ നാട്ടിലേക്ക് പോയി. അതാ സുബ്ഹാനല്ലാഹ്, സദസ്സിലെത്തി നോക്കുമ്പോ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സദസ്സിൽ നിറയെ ആളുകളുണ്ട്. അവിടെ പോയിട്ട് വിഷയങ്ങൾ ചോദിക്കണമല്ലോ. അപ്പൊ ജേട്ടൻ പറഞ്ഞു, ഞാൻ 75 കൊല്ലമായിട്ട് ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിനെ പെട്ടെന്ന് ഞാനങ്ങ് ഒഴിവാക്കിയാൽ എന്റെ കൂട്ടുകാരെന്നോട് എന്തു പറയും? എന്റെ കുടുംബക്കാര് പലരും എന്നെ ആക്ഷേപിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് ഇനി ഞാൻ ഈ കുറഞ്ഞ കാലമല്ലേ എനിക്ക് ദുനിയാവിലുണ്ടാകൂ, അക്കാലം മാത്രം ഞാൻ ആ ആരാധന ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ പോവുകയാണ്. അനുജൻ പറഞ്ഞു, സുഹൃത്തേ, ഇവിടത്തെ വഷളത്തരം കുറച്ചു നേരമേ ഉണ്ടാകൂ, അതേ സമയത്ത് നരകം സഹിക്കാൻ കഴിയൂല. നീ ഇപ്പൊ വന്ന വഴി നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന വഴിയാണ്. ഇനിയും നീ പഴയ വഴിയിലേക്ക് തന്നെ പോയാൽ കാലാകാലം നരകത്തിൽ കടക്കേണ്ടി വരും. അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാനില്ല എന്ന് പറഞ്ഞ് ജേട്ടൻ പിന്മാറിയപ്പോ, നീ പോവുകയാണെങ്കിൽ പോയിക്കോ, ഞാൻ ഏതായാലും നിന്റെ കൂടെ വരാനില്ല. അനുജനും തന്റെ ഭാര്യയും മക്കളും കൂടി മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലെത്തി. ആ സദസ്സിൽ നിന്ന് ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ നേരെ വന്നിട്ട് ഈ സംഭവം പറഞ്ഞു, കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരാൻ പറഞ്ഞു. ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുത്തു. അനുജനും ഭാര്യയും മക്കളും എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, മാലിക് ദീനാർ തങ്ങൾ ചോദിച്ചു, ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് വകുപ്പുണ്ടാക്കി തരട്ടെ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട, എനിക്കൊന്നും വേണ്ട. ഞാൻ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തിട്ട് അല്ലാഹു എനിക്ക് തരുന്നത്, ഞാൻ അല്ലാഹുവിന്റെ ദീന് സ്വീകരിച്ചാളല്ലേ, അല്ലാഹു എനിക്ക് തരാൻ നിശ്ചയിച്ചത് എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പിരിഞ്ഞുപോയി. മക്കളെയും ഭാര്യയെയും വീട്ടിലാക്കിയിട്ട് ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി ഇബാദത്തെടുക്കുന്നു. വൈകുന്നേരം വീട്ടിലേക്ക് വന്നപ്പോ ഭാര്യ പറഞ്ഞു, നാളെ രാവിലെ ആകുമ്പോ നിങ്ങൾ ജോലി അന്വേഷിച്ചു പോകണം. അങ്ങാടിയിൽ പോയിട്ട് ഞങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്ന ജോലി കൊണ്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി തരണം. പിറ്റേന്ന് അദ്ദേഹം അങ്ങാടിയിലേക്ക് പോയി. പക്ഷേ ഒരു ജോലിയും കിട്ടിയില്ല. ജോലിക്കാരും വിളിക്കാത്തത് കണ്ടപ്പോ അദ്ദേഹം തീരുമാനിച്ചു, എന്നാൽ ഞാനൊരു പള്ളിയിൽ പോയിട്ട് കുറച്ചു നേരം നിസ്കരിച്ചിട്ട് ഇബാദത്തെടുത്ത് കഴിയട്ടെ, നേരം വെറുതെ കഴിക്കേണ്ടതില്ലല്ലോ. മഗ്രിബ് വരെ ഇബാദത്തിലായി ചെലവഴിച്ചു. മഗ്രിബിന് ശേഷം വീട്ടിലേക്ക് വരുന്നു. അന്ന് ജോലിയൊന്നുമില്ല, കൈവട്ടപൂജ്യമാണ്, സമ്പാദ്യമൊന്നും കിട്ടിയിട്ടില്ല. വീട്ടിലേക്ക് വന്നപ്പോ ചോദിച്ചു, നിങ്ങൾ എന്തേ ഒന്നും കൊണ്ടുവരാന്നത്? ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഞാൻ ഇന്ന് രാജാവായ അല്ലാഹുവിന് വേണ്ടി നല്ലോണം അധ്വാനിച്ച് ഞാൻ അല്ലാഹുവിന് വേണ്ടി ഖിദ്മത്തെടുത്തു, അല്ലാഹ് എനിക്ക് ഒന്നും തന്നില്ല. അതുകൊണ്ട് നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അന്ന് രാത്രി എല്ലാവരും അങ്ങനെ പട്ടിണി കിടന്നു. പിറ്റേന്ന് രണ്ടാമത്തെ ദിവസമാണ്. പിറ്റേന്ന് അങ്ങാടിയിലേക്ക് പോയി. അന്നും ഒരു പണിക്കുമാരും വിളിച്ചില്ല. അന്നും വൈകുന്നേര സമയം വരെ ഇബാദത്തിലായി കഴിച്ചുകൂട്ടി. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി. അന്നൊരു വ്യാഴാഴ്ച ദിവസമാണ്. പിറ്റേന്ന് നാളെ വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച എന്റെ റബ്ബ് എനിക്ക് ഏതായാലും തരും. നാളെ ആരാധനക്ക് ഭംഗിയുള്ള ദിവസമാണ്. പിറ്റത്തെ ദിവസം വെള്ളിയാഴ്ച അങ്ങാടിയിൽ പോയി നോക്കി. പക്ഷേ പണിയൊന്നും കിട്ടിയില്ല. നേരെ പള്ളിയിലേക്ക് വിട്ടു. ജുമുഅ നിസ്കാരം നിർവഹിച്ചു. അസ്റിന്റെ അവസാന സമയമായപ്പോ 2 റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹ് ലഖദ് അക്രംതനീ ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ട് നീ എന്നെ ആദരിച്ചല്ല അല്ലാഹ്. വതവ്വജ്തനീ ബിതാജിൽ ഹുദാ,
നേർമാർഗത്തിന്റെ കിരീടം എനിക്ക് നീ ചാർത്തി തന്നല്ലോ അല്ലാ. ഫബിഹുർമതി ഹാദദ്ദീനി, ഈ മതത്തിന്റെ ബഹുമാനം കൊണ്ട്, വബിഹുർമതി ഹാദൽ യൗമിൽ മുബാറകി, ഈ വെള്ളിയാഴ്ചയാകുന്ന ബറക്കത്തുള്ള ദിവസത്തിന്റെ പവിത്രത കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കട്ടെ ഒരു കാര്യം. ഇർഫഅ നഫഖതൽ ഇയാലി അൻ ഖൽബി, എന്റെ കുടുംബത്തിന് ഇനി അങ്ങോട്ടുള്ള ചെലവിന്റെ ബാധ്യത എന്റെ മനസ്സിൽ നിന്ന് നീ ഉയർത്തി തരണേ അല്ലാ. അവരെ ചെലവിന്റെ ഒരു ബാധ്യത നീ എനിക്ക് ഏൽപ്പിക്കരുത്. ഞാൻ എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നിന്റെ മുന്നിൽ നാണിക്കേണ്ടി വരരുത്. അവരിപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ. ഈ ചെറുപ്പക്കാരായ എന്റെ മക്കളും മറ്റുമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് കൊണ്ട് ദാരിദ്ര്യം ഭയന്നൊരിക്കലും അവർ ഇസ്ലാമിൽ നിന്ന് പോകരുത് അല്ലാ. അങ്ങനെ ദുആ ചെയ്തു. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച കഴിഞ്ഞു. നേരെ പിറ്റേന്ന് ശനിയാഴ്ച ളുഹറിന്റെ സമയമായപ്പോ മക്കളൊക്കെ പറയുന്നുണ്ട്, വാപ്പാ വിശന്നിട്ട് വയ്യാ. പള്ളിയിലേക്ക് ബാപ്പ പോയ ഉടനെ തന്നെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ വന്നു. വാതിൽ മുട്ടുന്നു. ഭാര്യ കതക് തുറന്നു നോക്കുമ്പോ നല്ല സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. ആ പാത്രം ഇങ്ങനെ ഒരു ടവ്വൽ കൊണ്ട് പുതച്ചിട്ടുണ്ട്. ആ പാത്രത്തിന്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ സ്വർണ്ണ നാണയങ്ങളാണ്. ആ സ്വർണ്ണ നാണയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്വർണ്ണ നാണയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ. ഭർത്താവിനോട് നിങ്ങൾ പറയണം, ഹാദിഹി ഉജ്റത്തു അമലിക ഫീ യൗമൈൻ, ഇന്നലെയും മിനിയാന്നും അതിന്റെ തൊട്ടു മുമ്പും 3 ദിവസമായി അള്ളാഹുവിന്റെ ആരാധനയിൽ തന്നെയാണ്. നല്ല പ്രതീക്ഷയിൽ ആരാധന നടത്തി. ഇന്നലെ വൈകുന്നേരം അള്ളാഹുവിനോട് കൈ ഉയർത്തി പ്രാർത്ഥന നടത്തി. അതിന് അള്ളാഹു തന്നയച്ചതാണ്. ആ അമലിന് അല്ലാഹു തന്ന കൂലിയാണ്. നിസ്കരിച്ചാലും നോമ്പൂറ്റാലൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഒക്കെ പരലോകത്തെത്തിട്ടേ കിട്ടുള്ളൂ എന്ന് കരുതരുത്. ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാതെ നമ്മൾ ആഖിറത്തിലേക്ക് മാത്രം ഒരു പ്രതീക്ഷിച്ച് ഇവിടെ ഒന്നും കിട്ടൂല. അങ്ങനെയല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ സൗന്ദര്യം ഇവിടെയുണ്ട്, അവിടെയുണ്ട്, രണ്ട് ലോകത്തും. അതുകൊണ്ട് ഇന്നലെ മിനിയാതൊക്കെ നല്ലോണം മഗ്രിബ് വരെ പള്ളിയിൽ നിന്ന് അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങളെ ഭർത്താവ്. പറയണം ഭർത്താവിനോട്. ശനിയാഴ്ച മഗ്രിബാകുമ്പോഴേക്ക് ഭർത്താവിന്റെ മനസ്സിങ്ങനെ വേദനിക്കാൻ തുടങ്ങി. പടച്ചോനെ, ഇന്നിപ്പോ 4ാമത്തെ ദിവസമാണ്. ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇന്നലെ വെള്ളിയാഴ്ച ഞാൻ ദ്വാരുന്നു നല്ല പ്രതീക്ഷയോടുകൂടി. ഇന്ന് കിട്ടുന്നു, ഇന്നലെ ദ്വാന്റെ ഉത്തരം കിട്ടി, ഇന്ന് കിട്ടുന്നു കരുതിയിട്ടാണ് അങ്ങാടിക്ക് ഒന്നും ജോലി കിട്ടിയില്ല. ഇനിയിപ്പോ ഇന്ന് വൈകുന്നേരം പോകുമ്പോ എന്തായിരിക്കും സ്ഥിതി എന്ന് വിഷമത്തോടുകൂടെ ഇങ്ങനെ ചിന്തിച്ചു. ഭാര്യ ഏതായാലും കൊടുന്നില്ലേ, ഒരു പാത്രത്തിൽ നിറയെ സ്വർണ്ണുണ്ട്. ആ സ്വർണത്തിൽ നിന്ന് 1 ദീനാർ എടുത്തിട്ട് ആ ഭാര്യ അങ്ങാടിയിലേക്ക് പോയി. 1 ദീനാർ എടുത്ത് അങ്ങാടിയിലേക്ക് പോയിട്ട് സ്വർണ്ണപ്പണിക്കാരന്റെ കയ്യിൽ കൊടുത്തുതാ, ഇതിന്റെ തൂക്കത്തിന് തൂക്കിയിട്ട് ദിർഹം തരണം തന്നു. അപ്പൊ ആ സ്വർണ്ണപ്പണിക്കാരൻ ഇങ്ങനെ തൂക്കി നോക്കിയിട്ട് പറഞ്ഞു, ഇത് നാട്ടിലൊന്നും കിട്ടുന്ന സ്വർണ്ണ നാണയല്ലല്ലോ, ദീനാറല്ലല്ലോ, ഇത് എവിടുന്നാ കിട്ടിയെന്ന് വെച്ചു. അപ്പോ അത് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ അല്ല, ഇതിന്റെ പിന്നിലുള്ള സംഭവങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. എന്താ സംഭവം? ഇപ്പൊ മുസ്ലിം ആയത് മുതൽക്കുള്ള ചരിത്രങ്ങൾ മുഴുവനും രാവിലെ വീട്ടിൽ വന്ന് ഒരാൾ ഒരു പാത്രം നിറയെ സ്വർണ്ണ നാണയങ്ങൾ ദീനാർ തന്നു. ഒരു ടവ്വൽ കൊണ്ട് ആ പാത്രം ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്ത് വരാന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം, ഈ സ്വർണത്തിന്റെ ഈ ദീനാറ് ഈ ഭൂമിയിൽ എവിടെയും കിട്ടുന്നതല്ല. ഇതിലീ കൊത്തിവെച്ച ഈ വാക്കുകളൊക്കെ സ്വർഗത്തിൽ നിന്ന് വന്ന സ്വർണത്തിന്റെ ദീനാർ പോലെയുണ്ട്. ഇത് ഈ ഭൂമിയിൽ നിന്ന് ആരും അച്ചടിച്ചുണ്ടാക്കിയതല്ല. അതുകൊണ്ട് പെണ്ണേ, എനിക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു തരൂ. ആ സ്വർണ്ണപ്പണിക്കാരൻ, സ്വർണത്തിനെ മാറ്റം ചെയ്യുന്ന പണിക്കാരൻ, അദ്ദേഹം മുസ്ലിമായി. പിന്നെ ആ പെണ്ണിന് 1000 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കണം. എന്നിട്ട് ഈ 1000 കഴിഞ്ഞാൽ പിന്നെയും എന്റെ അടുത്ത് വരണം, പിന്നെയും എന്റെ അടുത്ത് വരണം. നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. എപ്പോ നിനക്ക് കാശ് ആവശ്യമുണ്ടോ എന്റെ അടുക്കലേക്ക് വന്നോ, സദാ സമയത്തും തരാം. ഇസ്ലാമിന്റെ സൗന്ദര്യത്തിൽ അടിയുറച്ചു നിന്ന്
വിഷമം വന്നപ്പോഴും ദാരിദ്ര്യം വന്നപ്പോഴും പോകാതെ അടിയുറച്ചു നിൽക്കുമ്പോ അള്ളാഹുവാണ് നമ്മളെ കാണുന്നവൻ, അള്ളാഹുവാണ് നമ്മളെ നിരീക്ഷിക്കുന്നവൻ, അള്ളാഹുവിന്റെ ദീനാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ആ സൗന്ദര്യത്തിനൊരു കോട്ടവും വരൂല. ശനിയാഴ്ച മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ഭർത്താവ് ചിന്തിച്ചു, പടച്ചോനെ ഇന്നും ഒന്നും കൊണ്ടു ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തൽക്കാലം ഒരു സഞ്ചി എടുത്തിട്ട് കുറച്ച് മണ്ണ് വാരിട്ടതിലേക്ക് നാ പോകുമ്പോ ഇതുണ്ട് എന്നെങ്കിലും കാണിച്ചു കൊടുക്കാലോ എന്ന് എഴുതിയിട്ട് ഒന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു മണ്ണ് ആ സഞ്ചിയിലേക്ക് ഒരു അരസഞ്ചി മണ്ണ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പിന്നെ കാണുമ്പോ എന്തോന്ന് കൊണ്ടുവന്നിരുന്നുള്ള സമാധാനം ഉണ്ടാവുമല്ലോ കരുതിയിട്ടാ കൊണ്ടുപോകുന്നത്. മണ്ണാണ്, സാക്ഷാൽ മണ്ണ്. വീട്ടിലെത്തി നോക്കുമ്പോ അദ്ദേഹം നല്ല ഭക്ഷണത്തിന്റെ മീൻ പൊരിച്ചതും മറ്റൊക്കെ അങ്ങനെ അതിന്റെ സ്മെല്ലിങ്ങനെ അടിച്ച് വീശി വരും. സുബ്ഹാനല്ലാഹ്, എന്താ ഇവിടെ ആരെങ്കിലും എന്തോ വന്ന് കൊണ്ടുവന്ന് കൊടുത്തോ? നല്ല മണം വരുന്നുണ്ടല്ലോ. അങ്ങനെ അടുക്കളയിലേക്ക് പോയിക്കുമ്പോ പത്തിരിയൊക്കെ ഹുബുസൊക്കെ റൊട്ടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും എടുത്തിടുന്നു ഇങ്ങോട്ടും എടുത്തുന്നു. ഇഷ്ടംപോലെ ഭക്ഷണം. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം എടുക്കില്ലെന്ന് ഭക്ഷണം ഇങ്ങനെ മേശപ്പുറത്ത്. അപ്പൊ ഈ കൊണ്ടുവന്ന സഞ്ചി പതുക്കെ വാതിലിന്റെ ഒരു ഭാഗത്ത് വെച്ചു. കാരണം അതിൽ മണ്ണല്ലേ നിറച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് ചോദിച്ചു, ഈ ഭക്ഷണം എവിടുന്നാ കിട്ടിയത്, എങ്ങനെ കൊണ്ടുവന്നത്? അപ്പൊ ഭാര്യ ആ സംഭവങ്ങളൊക്കെ വിശദീകരിച്ചു. അതങ്ങനെ അങ്ങോട്ട് കേട്ടപ്പോ, ആ ചരിത്രം അങ്ങോട്ട് കേട്ടപ്പോ ഫസജദ ശുക്റൻ ലില്ലാഹ്, ഒരൊറ്റ സുജൂദം ചെയ്തു ശുക്രിന് വേണ്ടി. അല്ലാഹ്, ഇസ്ലാം സ്വീകരിച്ചിട്ട് നീ എന്നെ പരാജയപ്പെടുത്തിയില്ല. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ ഇനി ഒരിക്കലും ഈ മക്കൾക്ക് വേണ്ടി ജോലി എടുക്കേണ്ടിയില്ല. ഇപ്പൊ ഒരു ദീനാറ കൊണ്ടുപോയിട്ടാണ് ആ കൊല്ലപ്പണിക്കാരൻ പറഞ്ഞത്, ഇനി എത്ര ഭാഷ ഉണ്ടെങ്കിലും കൊണ്ടുവന്നോളൂ, ബാക്കിയുള്ള ദീനാറൊക്കെ പാത്രത്തിലുണ്ട്. ഒറ്റ ദീനാറേ കൊണ്ടുപോയിട്ടുള്ളൂ. അതിനാണ് 1000 ദിർഹം കൊടുത്തത്. ഇനിയും നിങ്ങൾ വന്നോളൂ, ഇനിയും തരാന്ന് പറഞ്ഞത്. അദ്ദേഹവും മുസ്ലിമായ അതിന്റെ സൗന്ദര്യം കണ്ടിട്ട്. ഇസ്ലാം നമ്മൾ സ്വീകരിച്ചാൽ അള്ളാഹു നമ്മളെ കൈവിടൂല. നമ്മൾ ഇസ്ലാം അള്ളാഹു കബൂലാക്കട്ടെ. നല്ല ഉറച്ചു നിൽക്കണം, ഒരു പേടിയും പേടിക്കേണ്ടതില്ല. അള്ളാഹു നമ്മളെ സഹായിക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഏതായാലും ആ പൊടി എടുത്ത് ഒഴിവാക്കാലോ എന്ന് കരുതിയിട്ട് പതുക്കെ ആ സഞ്ചി ഒന്ന് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇമാം ഖല്ലൂബി തങ്ങൾ ഉദ്ധരിക്കുന്ന ചരിത്രമാണ്. ആ മണ്ണെടുത്ത് പുറത്തെറിയാൻ വേണ്ടി നോക്കുമ്പോ ഒന്ന് തുറന്നു നോക്കിയപ്പോ ഫറആഹു ദഖീഖൻ ബിദിനില്ലാഹ്, അതും പൊടിയായി മാറിയിട്ടുണ്ട്. പത്തിരിപ്പൊടി. അല്ലാഹു തആല കൊടുക്കുന്ന ഒരു സന്തോഷം. നേരത്തെ യഥാർത്ഥ പത്തിരിപ്പൊടി കൊണ്ട് ഭക്ഷണം കഴിച്ചു വന്ന് ഇനി ഏതായാലും ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഒഴിവാക്കാൻ നിന്നതാ. അപ്പൊ അതൊന്ന് പതുക്കെ തുറന്നു നോക്കുമ്പോ അതും പത്തിരിപ്പൊടിയായി മാറിയിട്ടുണ്ട്. രണ്ടാമതും ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇസ്ലാമിന്റെ പേരിൽ നീ എന്നെ ആദരിച്ചത് വല്ലാത്ത ആദരവാണ്. ആഖിറത്തിലും ഇതേ ആദരവ് തരണേ അല്ലാഹ്. നമ്മുടെ ഇസ്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് വിശ്വാസരംഗത്ത് വൈകല്യങ്ങൾ വരാതെ, വിഷമങ്ങൾ വരാതെ നല്ല സന്തോഷത്തോടെ അടിയുറച്ചു നിൽക്കണം. എത്ര പ്രതിസന്ധികൾ സാമ്പത്തിക രംഗത്ത്, ശാരീരിക രംഗത്ത് മറ്റൊക്കെ വന്നാലും ഇസ്ലാമിൽ നിന്ന് രാജിയാകുന്ന ഒരു വാക്കോ ഒരു പ്രവർത്തനമോ ഒരു ചിന്തയോ വരാതെ ഇസ്ലാമിലായി, ഈമാനിലായി അടിയുറച്ചു നിന്ന് അതിന്റെ സൗന്ദര്യം ദുനിയാവിലും ആഖിറത്തിലും ആസ്വദിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ.